നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി എടാ അവിടെ അടങ്ങിയിരിക്കടാ, അവൻ എവിടെ പോകും? ഇവിടെ അടങ്ങിയിരിക്കടാ, ഇവിടെ പോകും. വെള്ളം കുടിച്ച് വെച്ച് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അവൻ 5 മണിക്ക് അങ്ങാണ്ട് വന്നതാണെന്ന് തോന്നുന്നു. എടാ റോഡ് ക്രോസ് ചെയ്യരുത് കേട്ടോ. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് സുവിശേഷ യോഗമല്ലേ, അപ്പോൾ സുവിശേഷത്തെ പറ്റി ഇന്ന് രാത്രി ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നമുക്കിന്ന് രാത്രി ചിന്തിക്കാം. ഇന്ന് പെന്തിക്കോസുകാർക്ക് അധികം ഒന്നും കിട്ടുകയല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നാൽ മതി. മറ്റുള്ളവരുണ്ടെങ്കിൽ അവരുടെ അറിവിനും രക്ഷയ്ക്കും ഉതകട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുക. മോളെ ഒന്നുകൂടെ ആ തിരുവെടുത്ത് വായിച്ചു തരണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭഭാഗം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം മതി. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം മതി. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്താ പുറത്തിലരാഞ്ഞി ചന്തമേറും ജോബാമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ജോബാമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ജോബാമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ജോബാമൂലം. പുരത്തിലരാഞ്ഞി ചന്തമേറും ജോബാമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ജോബാമൂലം, എന്തു പരിപൂർണ്ണയാമി വഴി അണിയും വസ്ത്രം കൊണ്ടതമു കൊണ്ടു നെയ്തതാ, എന്തു പരിപൂർണ്ണയാമി വഴി അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. ദന്തം കൊണ്ടുള്ളതാ, ദന്തം കൊണ്ടുള്ളതാ, ദന്തം കൊണ്ടുള്ളതാ, ചന്തമേറും രാജധാനി ദന്തം കൊണ്ടുള്ളതാ. സ്വാന്തമോദം വരൂ തുന്നല്ലോ നീ
കന്നിഷം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം സാത്വമോദം വരുന്നല്ലോ നീന കന്നിഷം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നതോ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിടുന്നു ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിടുന്നു ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിടുന്നു നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മോനെ, ഈ പരുവത്തി മൈക്ക് നിൽക്കട്ടെ, നന്നായിരിക്കുന്നു. ഇതിന് വ്യത്യാസമൊന്നും വരുത്തരുത്. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി വന്ദനം. ഓൺലൈനിലുള്ള മാന്യ ദൈവമക്കളുണ്ട്, അവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യമായിട്ട് വായിച്ചത് ഏവർക്കും വളരെ പരിചിതമായ തിരുവെടുത്താണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ആരംഭഭാഗമാണ്. ഒന്നുകൂടെ മോളെ വായിച്ചു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം മതി. തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം ദൈവം പുറത്തു കൊണ്ടുവരും. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ആര് പിടിച്ചു വെച്ചാലും ഒതുക്കി വെച്ചാലും തടഞ്ഞു വെച്ചാലും ആരെന്ത് കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ചാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിനെ എല്ലാം ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രി ഈ തിരുവഞ്ചൂർ ദേശം, മണർകാട്, തിരുവഞ്ചൂര്, അങ്ങോട്ട് പോയ ഏറ്റുമാനൂര്, 4 മണി കാറ്റ് ഇല്ലയോ? കാറ്റുണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ ദേശത്തുള്ള ദൈവത്തിന് ആവശ്യമുള്ളവരെ എല്ലാം ദൈവം പുറത്തിറക്കും. കാലാകാലങ്ങളിൽ അങ്ങനെ പുറത്തിറങ്ങിയവരാ ഇവിടെ വന്നിപ്പം ഇരിക്കുന്നത്. ഇനിയും അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മുടെ യോഗങ്ങൾ കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, യോഗം വിജയമാണ്. ചിലരെ ധരിച്ചു വച്ചേക്കുന്ന കണ്ടമാനം വണ്ടി വന്ന് ആള് വന്ന് ഉരുണ്ട് വീണ് മറിഞ്ഞ് വീണ് ചൊറത്തിച്ച് ചൊരച്ച് ചുമച്ച് കൊരച്ച് ഓക്കാനിച്ച് പിന്നെ അവസാനം ഇതെങ്ങനെയാ നിർത്തുന്നെന്ന് നടത്തിപ്പുകാർക്കും അറിയാമല്ലോ. കുറേ എണ്ണം ഓടി, കുറേ എണ്ണം ചാടി, കുറേ എണ്ണം ഉരുണ്ട് വീണ് അവസാനം നടത്തിപ്പ് കുറേ എണ്ണം പോയി. ഇതാ വിജയമെന്ന് അല്ല, ഒരാൾ രക്ഷിക്കപ്പെട്ടാണ് യോഗം വിജയമാണ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യേശുക്രിസ്തുവിന്റെ ഒരു വിശേഷത, ഒരു വ്യക്തി അവിടത്തേക്ക് പ്രധാനമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവിന് വിശേഷപ്പെട്ടവരാ. എടുത്ത് ഞാൻ വായിപ്പിക്കുന്നില്ല. കർത്താവ് ഒരാളെ ഉന്നം വെച്ച് പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ച്, ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശു പടകിൽ കയറിയപ്പോൾ അവിടെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടിരിക്കുകയിൽ അടുത്തത് 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി.
ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി. അടുത്തത്, കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും. അത് ഈ ഭാഗമെല്ലാം നിങ്ങൾക്കറിയാം, വിശദീകരിക്കുന്നില്ല, വിഷയം അതല്ല. അതുകൊണ്ട് ഈ പശ്ചാത്തല ഭാഗവും ചരിത്രം പഠിച്ചാൽ യേശു ശീമോനെ ഉന്നം വെച്ച അവിടെ പോയത്. എൻ്റെ ഭാഷയിലായി പറയുന്നത് അന്നത്തെ ഉന്നം ശീമോന്. പക്ഷെ ശീമോന് വിധേയപ്പെട്ട് വന്നില്ല. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. അപ്പൊ കർത്താവ് വിട്ടില്ല. മർക്കോസിന്റെ സുവിശേഷവും മത്തായിയും ലൂക്കോസോട് ചേർത്ത് പഠിച്ചാൽ ശീമോൻ അങ്ങ് പോയി. കവർന്നവുമില്ല. യേശു പുറകെ പോയി. കവർന്നഭൂമി പള്ളിയിൽ ചെന്നു. യഹൂദന്റെ ഒരു വിശേഷത അറിയാം. ശബത്ത് മുടക്കത്തുമില്ല. ശബത്തിലധികം ക്രമം കെട്ട് നടക്കത്തും കണക്കുണ്ട്. യേശു ശബത്തിൽ പള്ളിയിൽ ചെന്നു. എവിടെ പോവച്ച? നീ എവിടെ പോടി? ഇവിടെ അവള് പാപ്പായോട് ചോദിക്കായിരിക്കും നമ്മളെപ്പോഴാണ് പോകുന്നതായിരിക്കും. 10:30 പോകുന്നത്. എവിടെ? അപ്പൊ ശ്രദ്ധിക്കുക, ശീമോനെ ഉന്നം വെച്ച കർത്താവ് കവർന്നഭൂമിയിൽ ചെന്ന് പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചു. പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവങ്കല. മാത്രമല്ല അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ലാവണ്യവാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. ശീമോനും നോക്കി ശ്രദ്ധിച്ചു. എന്നിട്ടും പുള്ളി ഗുണമാകാൻ വലിയ താല്പര്യം ഇല്ല. എടുത്ത് വായിപ്പിക്കുന്നില്ല. അടുത്തത് നമ്മൾ ഭാവം ഇങ്ങനെ, യേശു പള്ളിയിൽ നിന്നിറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. പള്ളിയിൽ നിന്നിറങ്ങി നേരെ ഉന്നം വെച്ചാൽ പിടിച്ചിരിക്കും. സ്തോത്രം. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് അധികം കയറുന്നില്ല. മാണിച്ചിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അല്ല, നമ്മളും അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഈ ഒത്തിരി ദൂരം യാത്ര ചെയ്ത ശീമോന്റെ വീട്ടിൽ ചെല്ലുന്നേ, ഒരാത്മാവിനെ നേടാൻ യാത്ര ചെയ്യുന്നത് തടസ്സമൊന്നുമല്ല, നഷ്ടമൊന്നുമല്ല. ഒരുത്തനെ നേടിയത് കൊണ്ട് ഒറ്റ പ്രസംഗത്തിൽ 3000, പിന്നെ നെടല് തട്ടുമ്പോഴല്ല സൗഖ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് എല്ലാവരും വിലപ്പെട്ടവരാ. അതുകൊണ്ട് ഈ മഹായോഗം 3 ദിവസം ഇവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും ചേർന്ന് നടത്തുക. തിരുവഞ്ചൂരെല്ലാം ഒന്ന് വിളകിയില്ലെങ്കിൽ ഒറ്റയോരത്തിന് ഇളകിയാൽ മതി. അത് പിന്നീട് മനസ്സിലാകും. ഈ സുവിശേഷ യോഗം അതിന് ഉതകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇന്ന് രാത്രി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം ദൈവം സമയമാകുമ്പോൾ പുറത്തിറക്കും. ഇന്ന് രാത്രി പ്രധാനമായുള്ള തലക്കെട്ട് ആമേൻ, ദൈവം പുറത്തിറക്കുന്ന ദൈവമാകുമ്പോൾ ദൈവത്തിന് ആവശ്യമുള്ളതിന് സമയമാകുമ്പം പുറത്ത് കൊണ്ടുവരും. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആരെയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ കൊണ്ടുവന്ന് പുറത്തിറക്കി. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് സുവിശേഷ യോഗമായതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അത് പറഞ്ഞ് നോക്കൂ. പല ആൾക്കാർക്കും ഇതെന്തുവാണെന്ന് അറിയാൻ മേല. മുമ്പേ പറഞ്ഞ പോലെ പല പേരുകളായിരുന്നു. ഡുനാമീസ്, സുനാമി, പിന്നെന്തുവാ, പിന്മഴ, മാരി, പിന്നെന്തോ അല്ല, അങ്ങനെയുള്ള പേരുകളായിരുന്നു. പവർ കോൺഫറൻസ്, അത് തെറ്റാന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇത് സുവിശേഷ യോഗമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ചിന്തിക്കുക, നമ്മൾ ഈ യോഗമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളോ ചാർച്ചക്കാരോ സ്നേഹിതരോ വേണ്ടപ്പെട്ടവരോ അങ്ങോട്ട് പോകുമ്പോൾ ആരും ചോദിക്കുക, നിങ്ങളോട് എവിടെ പോയതാ? അപ്പം നമ്മൾ പറയും സാധാരണ ഇത് സുവിശേഷ യോഗത്തിന് പോയതാ. ഉടനെ അവർ ചോദിക്കുക, എന്തുവാ സുവിശേഷം? ഉടനെ അതിന് കൃത്യം മറുപടി പറയണം. ഉടനെ നമ്മൾ ചെല്ല് പറയുക, സുവിശേഷം എന്നെ അതിന് അറിയാൻ മേലെ. അതാണോ എൻ്റെ മറുപടി? ഉടനെ അവർ ചോദിക്കുക, അല്ല എന്തുവാ സുവിശേഷം? കേട്ടിട്ടില്ലേ?
3 ദിവസമായിട്ട് അവിടെ നടക്കുക. അത് സമ്മതിച്ച് എന്തുവാ ഈ സുവിശേഷം എന്തുവാ? നിങ്ങൾ ഈ പള്ളിയിൽ പോയിട്ടൊന്നും സുവിശേഷം എന്നാന്നറിയാൻ മേല? ഇല്ല. എന്തുവാ സുവിശേഷം? എന്തുവാ സുവിശേഷം? എന്നാ സുവിശേഷം അല്ല എന്നാ? ഇതല്ലല്ലോ അതിൻ്റെ മറുപടി. അപ്പം നമ്മളിലുള്ള കാര്യങ്ങളെ കുറിച്ച് ന്യായമായിട്ട് അറിയാൻ താല്പര്യമുള്ളവരോട് നമ്മൾ കാര്യം പറയണം. ഒരു വാക്യം വായിച്ചേ മോളെ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന വാക്യം മോളെ വായിച്ചേ. 3:15 പത്രോസിന്റെ 1-ാം ലേഖനം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ബാധ്യസ്ഥരാ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക എന്തോ എവിടെ പോയി സുവിശേഷ യോഗം? എന്തുവാ സുവിശേഷം? അങ്ങനെ ചോദിച്ചാൽ അത് സൗമ്യതയോടും ഭയഭക്തിയോടും പ്രതിവാദം പറയണം. അതിനൊരുങ്ങിയിരിക്കണം. അപ്പം ഇന്ന് രാത്രി നിങ്ങളും ഒന്ന് ഒരുങ്ങണം. എന്തോ ഒരുങ്ങണം? നാളെയോ വരുന്ന ദിവസങ്ങളിലോ ആരെങ്കിലും സുവിശേഷം എന്തുവാണെന്ന് ചോദിച്ചാൽ ന്യായമായ മറുപടി. അവരെ ആട്ടുകയും തുപ്പുകയും ഒന്നും ചെയ്യരുത്. പൽസിച്ച് ശാസിച്ച് ന്യായമായിട്ട് മറുപടി പറയണം. എന്താ സുവിശേഷം? ഞാനിത് എല്ലായിടത്തും പറയും. കാരണം ഇത് പറഞ്ഞു നോക്കി, ഇത് പഠിപ്പിക്കണം. ഇത് ഏത് നട്ടപ്പാതിരയ്ക്ക് വിളിച്ചു ചോദിച്ചാലും പറയണം. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാം. എന്താണ് സുവിശേഷം? ഞാൻ എപ്പോഴും പറയും, എന്താണ് സുവിശേഷം എന്ന് പറയുന്നതിലും ആദ്യം എന്തല്ല സുവിശേഷം അതുകൂടെ അറിഞ്ഞിരിക്കണം. എന്തല്ല സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല. ഇതിവിടെ ആരെയും മതം മാറ്റുന്നൊന്നുമില്ല. ചില ആൾക്കാർ പറയാം ഒരു തള്ളയുണ്ട് വട്ടുപിടിച്ച തള്ള, മതം മാറ്റമാണെന്നാ പറയുന്നത്. തള്ള ഇങ്ങനെ അങ്ങ് ഇറങ്ങും. നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നു. എനിക്ക് ഇരനിറം പറ്റിയിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറച്ചു നോക്കരുതെന്ന് ഉത്തമഗീതത്തിൽ എഴുതിയ പോലെ നിങ്ങൾ എന്നെ അപ്പൊ ശ്രദ്ധിക്കുക. ഇത് മതം മാറ്റമല്ല. ഇത് മതപ്രസംഗവുമല്ല. ഇത് സുവിശേഷ മഹായോഗമാണ്. മതപ്രസംഗം പലയിടത്തും അവരുടെ മതത്തിന്റെ കാര്യമാണ് പറയുന്നത്. മതത്തിൽ ചേർക്കാൻ മതത്തിന്റെ കാര്യം, മതത്തിന്റെ വൈശിഷ്ട്യം. ഇവിടെ മതപ്രസംഗമല്ല, ഇവിടെ സുവിശേഷ യോഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം എന്ന് പറയുന്നതിന് മുമ്പ് എന്തല്ല സുവിശേഷം? ഒന്ന്, ഇത് മതം മാറ്റമല്ല. മതം മാറിയൊന്നും ഇങ്ങോട്ടാരും വരണ്ട. 2, ഇത് സഭ മാറ്റമല്ല, സഭാമാറ്റം ഒന്നുമല്ല. കത്തോലിക്ക നിന്നെടുത്ത് മലങ്കര ചാടി, മലങ്കര നിന്നെടുത്ത് റീത്ത് വന്ന്, റീത്ത് തന്നെ ആണെന്നില്ല മലങ്കര, അവിടെ നിന്നെടുത്ത് യാക്കോബായി ചാടി, അവിടെ നിന്ന് നീട്ടി ചാടി ഓർത്തഡോക്സിൽ, അവിടെ നിന്നെടുത്ത് ചാടി മാർത്തോമായിൽ, അവിടെ നിന്ന് ചാടി ഇവാഞ്ചലിക്ക്, അവിടെ നിന്ന് ഒരു ചാട്ടം ചാടി ബർദറിൽ, അവിടുന്ന് നീട്ടി ചാടി പെന്തിക്കോസില്. പെന്തിക്കോസിന് അതിൽ തന്നെ ഉണ്ട് അവിടുന്ന് ഒറ്റച്ചാട്ടം TPM-ല്. ഇങ്ങനെ സഭ ചാടി പോകുന്നതല്ല സുവിശേഷം. അപ്പൊ 1, മതം മാറ്റമല്ല. 2, സഭാമാറ്റമല്ല. 3, സംഘടന മാറുന്നതല്ല സുവിശേഷം. സംഘടന മാറുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചോദിക്കും ഇപ്പൊ എവിടാ? ഇപ്പൊ ഇവിടാ. നേരത്തെ അവിടെ ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ 2 കൊല്ലമായിട്ട് ഈ സംഘടനയുടെ കൂടെ. അപ്പം നേരത്തെ കൂടെ ഉണ്ട്. പുള്ളി അവിടെ തന്നെ നിൽക്കുക, ഞാൻ ഇങ്ങോട്ട്. 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പൊ എവിടാ? അത് ഇത്ര ശരിയല്ലായിരുന്നു, ശരിയാന്നും പറഞ്ഞ അങ്ങോട്ട് പോയി. ഇപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞ ഇങ്ങനെ മാസാമാസം ബോർഡ് മാറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് സംഘടന മാറുന്നതല്ല, മാറ്റുന്നതല്ല സുവിശേഷം. 3, 4, ജാതി സ്പർദ്ധ വർദ്ധിപ്പിച്ച് മനുഷ്യനെ തല്ലാനും അടിക്കാനും ഉപദ്രവിക്കാനും പ്രേരണ കൊടുക്കുന്ന മാർഗവുമല്ല സുവിശേഷം. അങ്ങനെയുള്ള മാർഗങ്ങൾ ഒത്തിരിയുണ്ട്. ഞങ്ങളാണ് ജാതിയിൽ വലിയ പുള്ളിക്കാർ, അവരത്ര പോരാ, ഇവരിത്ര കുറവാണ്, അതത്ര പറ്റുകയില്ല, അതുകൊണ്ട് ഞങ്ങളാണ് വലിയ പുള്ളിക്കാർ. നമ്മുടെ ഇടയിലും ഉണ്ട് ആൾക്കാരില്ലയോ? പിന്നെ നമ്മുടെ ഇടയിലാണ് കൂടുതലെന്ന് എനിക്കങ്ങ് തോന്നുന്നു. ചിലപ്പം ചില ആൾക്കാർ പറയുന്നില്ലേ, തോമാസിലേക്ക് കൊടുങ്ങല്ലൂർ വന്നിച്ച് നേരെ മണർകാട്ടോട്ട് പോകുന്നു, പാടത്ത് മാപ്പിളല്ലോട്ടാണ് കയറിയെന്ന്. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലോട്ടാണ് തോമാസിലേക്ക് വന്നത്. പാരമ്പര്യം. ഞങ്ങളാണ് ഇവിടുത്തെ മെയിൻ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കൂടിയതായി, ഇവർ കുറഞ്ഞതായി, ഇങ്ങനെയൊക്കെ തരംതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്
ജാതിസ്പർദ്ധയോ വർഗവർണ്ണ വ്യത്യാസം വരുത്തി മനുഷ്യനെ കൊലയ്ക്കും കൊലപാതകത്തിനും തല്ലിനും തമ്മിത്തല്ലിനും പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. ഈ രാജ്യത്ത് ഞങ്ങൾ പാർത്താൽ മതി, വേറെ ആരും വേണ്ട, എല്ലാവരും വിട്ടുപോക്കോ എന്ന് മനുഷ്യനെ പ്രേരണ കൊടുത്ത് മനുഷ്യനെ ആ വിധത്തിൽ ഉപദ്രവിക്കുന്ന മാർഗവുമല്ല സുവിശേഷം. അല്ല ചെല്ലൊക്കെ പറയത്തില്ലേ, ഞങ്ങളാ ഇവിടുത്തെ ഒറിജിനലെന്ന്, നിങ്ങളെല്ലാം മന്നതാ എല്ലാം പെട്ടെന്ന്. അപ്പൊ നമ്മുടെ ഒരു ദൈവദാസം പറഞ്ഞത് ഞാൻ കട കൊടുക്കുക, അങ്ങനെയാണ് എല്ലാവരും മന്നതാ. അപ്പൊ ആദ്യം വന്നവർ പോവും, ആദ്യം വന്നവർ. അങ്ങനല്ലേ എൻ്റെ ക്രമം? അങ്ങനല്ലേ? നമ്മളൊരു പാട്ടും പാടുകല്ലേ, മുമ്പേ പോയിടുന്നവർ. അപ്പൊ ഇതൊന്നും അല്ല സുവിശേഷം. അപ്പോൾ ആ വിഷയത്തോട്ട് മടങ്ങി വരണമല്ലോ. അങ്ങനെയെങ്കിൽ മതം മാറ്റമല്ല സുവിശേഷം, സഭ മാറ്റുന്നതല്ല സുവിശേഷം, സംഘടന മാറുന്നതല്ല സുവിശേഷം, ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല സുവിശേഷം, അവരനെ കൊലയ്ക്ക് കൊടുക്കാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. പിന്നെന്താ സുവിശേഷം? ഒറ്റവാക്കി പറയുക, സുവിശേഷം എന്താ? വായിച്ചോ മോളെ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അറിവുള്ള വാക്യമാണെങ്കിലും മൈക്ക് കൂടെ വായിച്ചോ മോളെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനപാഠമാക്കിക്കൊണ്ട് ഏത് പാതിരാത്രിയിൽ ആരെവിടെ വെച്ച് ചോദിച്ചാലും മറുപടി പറയണം. ഇല്ല, കണ്ണശം പണിക്കരെ പോലെ. കണ്ണശം പണിക്കർ ഏത് ചോദ്യത്തിനും അന്നേരം മറുപടി പറയുമെന്ന്. പുള്ളിയെ പരീക്ഷിക്കാനിരിക്കൽ രാത്രി ഉറങ്ങിക്കിടക്കുക. ഒരാൾ വന്ന് അങ്ങോട്ട് തട്ടി കഴിഞ്ഞ് പണിക്കരെ എഴുന്നേക്കാൻ പറഞ്ഞു. പുള്ളി കണ്ടത് എന്നാ, ഉമ്മിക്കുന്നുമല എത്ര കോട്ടയുണ്ടെന്ന്. ഒരു വലിയ മലയുടെ പേരാ ഉമ്മിക്കുന്നുമല. പുള്ളി എല്ലാത്തിനും മറുപടി പറയുന്നതാണ്. ഉമ്മിക്കുന്നുമല എത്ര കോട്ടയുണ്ട്? പുള്ളി അത്ര ഒരു കോട്ടയുണ്ടടാ. പുള്ളി പിന്നെയും കിടന്ന് ഉറങ്ങുക. കറക്റ്റ് മറുപടിയാ, അത്ര ഒരു കോട്ടയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ സുവിശേഷത്തെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. ഇതേത് പാതിരാത്രിയിൽ എവിടെ വെച്ച് ആര് ചോദിച്ചാലും തീർത്ത് പറഞ്ഞോണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് ഓർപ്പിക്കുക. അപ്പൊ എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു, അതാ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാ സുവിശേഷം. അല്പം കൂടെ ഒരു ചെറിയ വിശദീകരണം എന്നാൽ വായിച്ചേ മോളെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, എല്ലാ അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. മുമ്പേ വായിച്ചേതാ? നല്ല വാക്യമോ, പക്ഷെ നമുക്ക് 3 മുതൽ മതി. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശു ക്രിസ്തു, അങ്ങനെ ചേർത്ത് പറയുന്നതാ കുറച്ചുകൂടെ നല്ലത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച് അല്ലെങ്കിൽ മരിച്ചു അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു.
അപ്പൊ എന്താ സുവിശേഷം? ഒന്നുകൂടെ തുളച്ചു പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. ജനനത്തിന് ഒത്തിരി വിശേഷതയുണ്ട്, പിന്നീട് നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടുക. മരണത്തിനും വിശേഷതയുണ്ട്. എല്ലാവരുടെയും മരണം പോലാന്നോ യേശുവിന്റെ മരണം? ഒന്ന് രണ്ട് കാര്യം പറയാം. യേശുവിന്റെ മരണത്തിന്റെ വിശേഷത. യേശുവിന്റെ മരണം ഈ മഹാന്മാരൊക്കെ ജീവിച്ച് മരിച്ചു. നമ്മുടെ രാഷ്ട്രപതി മഹാത്മജി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കടന്നുപോയ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, പ്രസിഡന്റുമാർ, ഗവർണർമാർ, ഉന്നതന്മാർ, എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി, എത്ര 28 ഡോക്ടറേറ്റായിരുന്നു. 28. നമുക്ക് തന്നെ ഒരു സന്തോഷമില്ലാത്ത പുള്ളിക്ക് 28 കിട്ടും. നമ്മുടെ ആൾക്കാർ കാശ് കൊടുത്ത് ആ ഒരു ഡോക്ടറേറ്റ് കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുന്നത്, പുസ്തകക്രമം പോലും അറിയാൻ മേല. നോട്ടീസ് വെക്കുന്ന ഡോക്ടർ റവറൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 28 ഡോക്ടറേറ്റ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന ഉന്നതന്മാരാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാജാക്കന്മാരും മിടുക്കന്മാര്, സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞര്, അതുപോലെ തത്വചിന്തകന്മാര്, സോക്രട്ടീസും പ്ലേറ്റോയും, എന്തോ പിന്നെ അരിസ്റ്റോട്ടിലും ഇരിക്കട്ടെ. എന്തുകൂടെ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞു? പ്രസംഗം മോശമാണെന്നാ? പിന്നെ അതൊന്നുമല്ല നീ പറഞ്ഞ, അതൊന്നുമല്ല പറഞ്ഞു. സ്വോത്ര കാഴ്ചയുടെ അത് പാട്ട് സെലക്ട് ചെയ്തു വെച്ചു. ഒരു പാട്ടെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾ സ്വോത്ര കാഴ്ച എടുത്തോണം. ഇനി ഉത്തരവാദിത്തമുള്ള പിള്ളേരാണ്. പിന്നെ നിങ്ങളെക്കാളും ഉത്തരവാദിത്തം സ്വോത്ര കാഴ്ച എടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഉന്നതന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒരു വിശേഷത ഒത്തിരി ഉണ്ട്. ഒന്ന്, ഈ മരണം പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെയും മരണം പ്രസംഗിക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ച്? മഹാത്മാഗാന്ധി മരിച്ചു, ആ മരിച്ച ദിവസം പത്രത്തിൽ ഫോട്ടോ വരും. അന്ന് ചിലപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ടവര്, ആ മഹാത്മജി രാഷ്ട്രപിതാവല്ലേ, സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ബ്രിട്ടീഷുകാരുമായിട്ട് പടപൊരുതി ഒരു ഒറ്റമുണ്ടുമൊക്കെ കൊടുത്ത് കയ്യിലൊരു വടിയൊരു ശരണാന്തരമൊക്കെ പിടിച്ച് ആയുധമെടുക്കാതെ അവരോട് പോരാടി. വേറെ ആൾക്കാരുണ്ട് എങ്കിലും പ്രധാന മുൻനിരയിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ മഹാത്മജി അദ്ദേഹം മരിച്ചു. പക്ഷേ ആ മരണത്തെ ദിവസമാകുന്നു ഓർക്കുന്നത്. അന്നേ ഓർക്കുള്ളൂ. ഓർക്കുക മാത്രമാണോ? ചിലപ്പോൾ ചിലര് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചൊരു മാലയൊക്കെ ഇട്ട്, അത് രാജീവ് ഗാന്ധി ആണെങ്കിലും ഇന്ദിരാഗാന്ധി, ഒരു മാലയൊക്കെ ഇട്ട് ചിലപ്പം ഒരു പാട്ടുമൊക്കെ പാടും. എനിക്ക് പാട്ടറിയാൻ മേല. രഘുപതി രാഘവ അങ്ങനെ ഒരു പാട്ടില്ല, ഇല്ലേ? അറിയാമോ? കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് വരിയൊന്നും പറഞ്ഞു, രഘുപതി രാഘവ രാജാറാം. ഓ, ഇതിന് അടിക്കുകയല്ലേ? എന്നാ വേണ്ട, ഇനി വേണ്ട. അപ്പോൾ അന്ന് ഒരു പാട്ടുമൊക്കെ പാടി അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങളാ പറയുന്നത്. അല്ലാതെ പുള്ളിയുടെ മരണത്തെ പറ്റി അധികം വിസ്താരമോ ഒന്നും ഇല്ലില്ല. ഗോഡ്സെ വന്നതും തോക്കെടുത്തതും വെടിവെച്ചതും അതൊന്നും പറയുകയല്ല, വിശദീകരിക്കുന്നില്ല. പക്ഷെ ആ മഹാനായ മനുഷ്യൻ ഇന്ത്യക്ക് വേണ്ടി ചെയ്തത്, വർത്തിച്ചത്, പ്രവർത്തിച്ചത് ഒക്കെ ഒരാൾ അന്നേ ദിവസം മാത്രമേ പറയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഇത് ഒരു ദിവസമാണോ പറയുന്നത്? എല്ലാ ദിവസവും പറയുക. ഇന്നേ തിരുവഞ്ചൂര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ എത്രയോ സ്റ്റേജുകളിൽ ഈ മരണത്തെ പറ്റി പറയുന്നേ. ആരുടെ മരണം? യേശുവിന്റെ മരണം. വേറെ ഏതേലും ഒരുത്തന്റെ മരണത്തെ പറ്റി ഇതുപോലെ പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ യേശുവിന്റെ മരണത്തെ പറ്റി
ഇന്ന് തന്നെ കേരളത്തിൽ എത്ര സ്റ്റേജാലാ പറയുന്നെന്ന് അറിയാമോ? മാത്രമാണോ? അയ്യോ, അതിന്റെ ഓരോ കാര്യങ്ങളാണ് എടുത്ത് പറയാനേ. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറയും, എല്ലാ ആഴ്ചയിലും ഇത് ഓർക്കുന്നില്ലേ? ഇല്ലേ? സഭായത്തിന് അങ്ങോട്ട് ചെല്ലുമ്പം ആ ഹോളിന്റെ വെളിയിൽ ചെല്ലുമ്പോഴേ കാണുക, തിരുമേശ ഒരുക്കി വെച്ചിരിക്കുക. മരണത്തെ ഓർപ്പിക്കുന്നതാ, ഒരുക്കി വെച്ചിരിക്കുക. ചില സഭയിലൊന്നും ഇല്ല. മാസത്തിൽ ഒന്ന്, വർഷത്തിൽ ഒന്ന് സെൻട്രൽ പാസ് എഴുന്നള്ളണം ഇത് മുറിക്കണമെങ്കിൽ. അല്ലെ ഡിസ്ട്രിക്ട് പാസ്, സെൻട്രൽ പാസ്, സൂപ്പറുണ്ട്, ഓവർസർ വന്നാലേ. അപ്പം പിന്നെ വലിയ പുള്ളിക്കാരും കൊച്ചു പുള്ളിക്കാർക്ക് മുറിക്കാൻ അവസരം കൊടുക്കില്ല. ഒരു ഓർഡിനേഷൻ, ഈ ഓർഡിനേഷൻ കൊടുത്തവന് ഇത് ശരിക്കറിയാൻ മേല. പണ്ടൊരുത്തൻ അപ്പം എടുത്ത് വെച്ചു ഇനി എന്നാ ചെയ്യണമെന്ന്. ഓർഡിനേഷൻ ഇല്ലാത്ത പുള്ളി പറഞ്ഞു തന്നെ തിന്നോളാൻ പറഞ്ഞു. ഇതൊക്കെയാണ് നടക്കുന്നത്. ആട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അപ്പോൾ നമ്മൾ സഭായത്തിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുക്കി വെച്ചിരിക്കുക തിരുമേശ. അതൊക്കെ കണ്ടുകൊണ്ട് പണ്ടത്തെ സഭായം തുടങ്ങുമ്പോൾ പാട്ടുമൊക്കെ നല്ല പാട്ടുകളാണ്. ഇപ്പോഴത്തെ ഒന്നുമല്ല. ഇപ്പോഴത്തെ ഞങ്ങളൊരു സഭ യോഗത്തിന് ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ യോഗം അങ്ങോട്ട് തുടങ്ങി ഒരു പാട്ട് പാടാൻ. ഒരു തള്ള പാടുക, ഒലിവുമല്ല ഒരുങ്ങിക്കഴിഞ്ഞ് തള്ളക്ക് പാട്ട്. ഒരു യോഗം തുടങ്ങുമ്പോൾ ഈ പാട്ടാണോ പറഞ്ഞത്? ഒലിവുമല. ഒത്തിരി വട്ടുകേസുകളുണ്ട് കേട്ടോ. പക്ഷേ ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ഈ തിരുമേശ ഒരുക്കി വെക്കുക. അപ്പം നമ്മൾ കണ്ടോണ്ട് ഉടനെ നമ്മൾ പാടുന്നതാ, കാൽവറി ദർശനം കാണും മുൻപിലായി, കാൽവറി ദർശനം കാണും പാടും, അൻപിനാലുള്ളവും കണ്ണും നിറയുണ്ട്, അൻപിനാലുള്ളവും യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത പോലെ വേറെ ആരുടെ മരണത്തിനില്ല. ഒന്ന്, ഈ മരണം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ട്, ദൈവമക്കളാകുന്ന നാം ഞായറാഴ്ച ഒരുക്കത്തോടെ സഭയിലോട്ട് ചെല്ലുമ്പോൾ ഒരുക്കി വച്ചിരിക്കുക. മരണത്തെ ഓർപ്പിക്കുന്നതാ. അന്നേരം അവിടെ കിടന്ന് അടിയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. അതിനെ മൂടിയിട്ടിരുന്ന തുണിയും പറിച്ചടുത്ത് കപ്പം തട്ടി നിന്റെ കുടലിന് ക്യാൻസർ ഉണ്ടാകും. ഉപ്പാപ്പക്കളിയൊന്നുമല്ല. നീ തിരുമേശ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് യോഗം തുടങ്ങി ആശീർവാദം പറയാതെ വേറൊരു വാക്കും മിണ്ടരുത്. മിണ്ടിയാ നിന്നെ അടിച്ച് ദൈവം നിന്റെ ഇടപാട് തീർക്കും. നിന്റെ മാത്രമാണ്, നിന്റെ തലമുറയുടെ നിന്നെ ദൈവം പേക്കോലമാക്കും. ഇത് മനുഷ്യവർഗത്തിന് വേണ്ടി, പാപത്തിന് വേണ്ടി പരിഹാരം വരുത്തുവാൻ ചൊരിഞ്ഞ് അവിടുത്തെ പരിശുദ്ധ രക്തത്തെയും തിരുശരീരത്തെ ഓർപ്പിക്കുന്നതാ. അതിന്റെ മുന്നിൽ കടന്ന് നീ ഓക്കാമ്പിച്ച് കാണിച്ച് അടിച്ച് നിന്റെ ആണ്ടം കയറും ദൈവം. ഉപ്പാപ്പക്കളിയല്ലത്. ചിലക്കിതൊന്നും വിഷയമല്ലെന്ന് തിരുമേശ ഒന്നും ചിലർക്ക് വിഷയമല്ല. ആട്ടെ, അവ ഈ തിരുമേശ കാണിക്കുന്നത് മരണത്തെ ഓർപ്പിക്കുന്നതാ, മരണത്തെ പ്രസ്താവിക്കുന്നതാണ്. അപ്പം ഈ മരണം എല്ലാ ആഴ്ചയിലും ഓർക്കുന്നില്ലേ?
ഓ അല്ല, എന്ത് എല്ലാ ആഴ്ചയിലും നമ്മൾ ദൈവദാസന്മാരും നമ്മൾ എന്നും ഓർക്കുന്നില്ലേ? ഇതുപോലെ ആരുടെ മരണം ഓർക്കും? നമ്മുടെ അപ്പം മരിച്ചതുപോലും നമ്മൾ ഓർക്കുന്നില്ല. ഡേറ്റ് പറഞ്ഞ അപ്പച്ചൻ മരിച്ചത് അപ്പച്ചനുണ്ടോ? എന്നാ കൊള്ളുന്നില്ല. അതാ ചോദിച്ചോ ഡേറ്റ്. ഡേറ്റ് കൃത്യം പറയാവോ? പെട്ടെന്ന് പറയണം. സ്തോത്രം. നമ്മുടെ അമ്മ മരിച്ച അപ്പം മരിച്ച ഡേറ്റ് ഒന്നും എല്ലാവരും ഒന്നും ഓർത്തിരിക്കുന്നില്ല. അനിയത്തി വിളിച്ച് പറഞ്ഞു, എടി എന്ത് കൊടുക്കുക? ഞാനാണ്ട ചപ്പാത്തി കിട്ടോണ്ടിരിക്കോ? ഓ നിന്റെ കുപ്പാത്തി, ഇന്നത്തെ ദിവസം നിനക്കറിയാമോ? ഇല്ല കൊച്ചമ്മേ, നമ്മുടെ അമ്മച്ചി മരിച്ചത് ഒന്ന് ചപ്പാത്തി അവിടെ ഇട്ട് ആന്നോടി അതവിടെ കിടന്ന് പോകുക. ചേടുത്തി ഫോൺ ചെയ്തപ്പോഴാ മനസ്സിലായത് പെറ്റതള്ള ചത്ത ദിവസം ഇന്നാണ്. അങ്ങനെ കുറ്റമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു ദൈവ പൈതൽ എല്ലാ ദിവസവും ഓർക്കുക. രാവിലെ അങ്ങോട്ട് മുട്ടുമടക്കുമ്പോഴേ ഓർക്കുക, എന്റെ യേശുവേ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ സ്തോത്രം. എന്റെ യേശുവേ അവിടുത്തെ തിരുമരണത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. മനത്തോണ്ടേ ജാപ മരത്തിൽ തൂങ്ങിയ മഹനുവേല ദൈവ സോടെ ജാപ മരത്തിൽ തൂങ്ങിയ ദൈവ മരുത്തി വെച്ച ഒരു ദൈവങ്ങൾ എല്ലാ ദിവസവും ഈ മരണം ഓർക്കുക. അതാ യേശുവിന്റെ മരണത്തിന്റെ ശ്രേഷ്ഠത. എല്ലായിടത്തും പ്രസംഗിക്കുക. നൂറ്റാണ്ടുകളായി ഈ മരണം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഏത് സുവിശേഷ യോഗത്തിലാണെങ്കിലും ഏത് യോഗത്തിലാണെങ്കിലും അവിടുത്തെ മരണത്തെ പരാമർശിക്കാത്ത ഒറ്റ പ്രസംഗമില്ല. ദൈവത്തിന് മഹത്വം. അതെന്താ കാരണം? ഈ മരണം ശ്രേഷ്ഠതയുള്ള മരണമാണ്. എല്ലാവരും മരിച്ചതുപോലല്ലേ യേശു മരിച്ചത്? എല്ലാവരും മരിക്കുന്നത് പോലെയല്ല യേശു മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ മരണത്തിന് വിശേഷതയുണ്ട്. അതുകൊണ്ട് ഈ മരണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ മരണം എല്ലാ ആഴ്ചയിലും ചർച്ചിലോട്ട് ചെല്ലുമ്പം ഓർക്കുക, കാണുക. ഈ മരണം എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മരണത്തെപ്പറ്റി എല്ലാ ദിവസവും നമ്മൾ ഓർക്കുക. മാത്രമാണോ? ഇവിടെ പലരും വന്ന് മരിച്ചു. അവര് മരിച്ചതിനെ പറ്റി അങ്ങനെ വലിയ പാട്ടൊന്നുമില്ല. ജീവിച്ചിരുന്ന് ചെയ്തതെല്ലാം കീർത്തിച്ച് കടത്തനാടനും എടനാടനും ഇല്ലയോ? കേട്ടിട്ടില്ലേ? പണ്ടൊരു എൻ്റെ വല്യമ്മച്ച് പാടിയൊരു നാടൻ പാട്ടുണ്ട്, എടനാടനാ. അത് മരിച്ചതിനെ പറ്റി അത് കുറച്ച് വരികയേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 ദിവസമൊന്നും കേട്ടിട്ടുണ്ട്. ഓ മരണത്തെ പറ്റി മറ്റുള്ളവർ മരിച്ചതിനെ പറ്റി അധികം പാട്ടുകളില്ല. ആശയം കൊണ്ട് അമ്മാനമാടിയ പ്രഗത്ഭനായ മഹാകവിയ എൻ കുമാരനാശാൻ. ആരാ? മഹാകവി കുമാരനാശാൻ, തോന്നയ്ക്കൽ എൻ കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ സ്കൂളിൽ പഠിക്കാനുണ്ട്, അല്ലാതെയും പഠിക്കാനുണ്ട്. ഭയങ്കര ആശയമാണ്. വീണപൂവൊക്കെ എന്ത് നല്ലതാണ്. മനുഷ്യൻ്റെ ക്ഷണികതയെ പറ്റി കാണിക്കുന്ന നല്ല എന്തോ നല്ല വരികളാണ്. വീണപൂവ് ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂപല സ്ഥിര സംശയം ഇന്ന് നിന്റെ ആഭൂതി അങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ ആളിച്ചു പറ്റ ലത അൻപൊട് ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ച് നിന്നെ മറന്നുപോയി. താലോല അവിടെ പാടി ലാളിച്ചു പറ്റല്ലതെ അൻപോട് ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോല വായു ചെറുതൊട്ടിലും ഇട്ടുമാട്ടി താരാട്ട ലാഭമാർന്ന പോൽ മലരേ തലമർമരങ്ങൾ പാലത്തടും പുതുനിലാവിലലം കുളിച്ചും പാലാതപത്തിൽ വിളയാടിയും ആടലന്യെ നീലിയില പൂണ്ടിളയ മുട്ടുകളോട് ചേർന്ന് പാലത്തം അങ്ങനെ കടിച്ചത് നാളിൽ ശീലിച്ചു കാനമുട ചേർന്ന് ജരസുമാട്ടി കാലത്തഴും കിളികളോടത മൗനമായി നീ പണ്ട് പഠിച്ചു, സ്കൂളിൽ പഠിച്ചു.
അപ്പൊ ഇത് ആശാന്റെ വീണ ദുരവസ്ഥ, നളിനി, ചണ്ടാല ഭിക്ഷുകി, ഇതൊക്കെ വലിയ ഈടുറ്റ സംഭാവനകളാണ്. അപ്പൊ ആ മഹാനായ എൻ കുമാരനാശാൻ മരിച്ചത് അങ്ങനെ. എൻ കുമാരനാശാൻ മരിച്ചത് ഉറക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് കുമാരനാശാൻ മരിച്ചാൽ ജീവൻ പോയപ്പോ ചത്തല്ല. ബോട്ടപകടത്തിലാണ് മരിച്ച. ബോട്ടപകടം പല്ലനയാറ്റിൽ ബോട്ടപകടത്തിൽ. ബോട്ടിന്റെ പേര് റെഡിമാർ ബോട്ട്. അവ കൊല്ലത്തിൽ നിന്ന് തിരിച്ചതാ എറണാകുളത്തിന് ഇങ്ങോട്ട് പോയി. അപ്പൊ ആ ചരിത്രം പറയുന്നത് ആ ബോട്ടിൽ കയറാനായിട്ട് 2 ദൈവദാസന്മാരൊന്നും ഉണ്ടായിരുന്നെന്ന്. അവർ കയറിയില്ലെന്ന്. എന്നാ പറയുന്നത്? പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതിലൊന്ന് അഷ്ടമുടി ഉമ്മച്ചനാണ്. ഉമ്മച്ചനും ആ ബോട്ടെ കയറേണ്ടത്. എന്തോ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായി കയറിയില്ല. അത് പല്ലനെ വെച്ച് ആ ബോട്ട് മുങ്ങി. അപ്പൊ ആശയം മരിച്ചതിനെ പറ്റി ഒരു വരി, മരണത്തെ പറ്റി ചില 1-2 പാട്ടുകളുണ്ട്. അങ്ങനെ പലരും മരിച്ചതിനെ പറ്റി. ഞാൻ പാട്ടല്ല അങ്ങ് മറന്നു. കേട്ടുക ലോകമേ ആശയം പോയ ദൈവ വിധിയോ. നമ്മുടെ പാട്ടല്ല, കൈയടിക്കരുത്. കേട്ടുക ലോകമേ ആശയം പോയ ദൈവ വിധിയോ. ആശയം പോയ അപ്പൊ അത് ആശാൻ മരിച്ചതിനെ പറ്റി അന്ന് എഴുതിയ പാട്ടാണ്. കേടുക ലോകമേ ആശയം പോയി. ആശാൻ മരിച്ചപ്പോ ആശയം പോയെന്ന. അപ്പൊ ഇങ്ങനെ മഹാന്മാര് മരിച്ചതിനെ പറ്റിയൊക്കെ ചില പാട്ടുകളുണ്ട്. പക്ഷേ ഇതെന്നെല്ലാം വ്യത്യസ്തമായി യേശു ക്രിസ്തു ചെയ്തതിനേക്കാൾ കൂടുതൽ പാട്ട് മരണത്തെ പറ്റിയാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പാട്ടുകാരൊക്കെ അല്ലേ മരണത്തെ പറ്റിയില്ലേ കൂടുതലും പാട്ട്. ഏത് കൺവെൻഷനിലും ഏത് വരിയെടുത്തു അതിനകത്ത്, ഏത് പാട്ടിന്റെ ഒരു വരിക്കകത്ത് അവിടുത്തെ മരണത്തെ പറ്റി പരാമർശിക്കും. ഇല്ലേ? മുമ്പ് ഇവിടെ ആരാണ്ട് ഇവിടെ പാടിയോ? ക്രൂശിൽ മരിച്ചീജനൻ പേർക്കായി പാടിയില്ലേ ആരാണ്ട്? ഇല്ലേ? എന്നാ ഇന്നലത്തെ യോഗത്തിനായിരിക്കും. ഒരു വരി ഒന്ന് പാടി, ആ പാട്ടൊന്ന് പാടാം. മുമ്പ് ഇവിടെ പാടിയതാരാ? ഇപ്പൊ ആരും പാടുന്നില്ല. ഒന്ന് പാടാം. ആ വരി പാട്. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുക്കൻ സ്വർഗ്ഗകര നാട്ടിലാക്കും. വേഗം വരാമെന്നുറച്ചിട്ടാമയം ശ്വാസ നൽകി എന്നെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. അപ്പൊ ഈ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത, ഈ മരണം പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെയും മരണം പ്രസംഗിക്കുന്നില്ല. ഈ മരണം ഓർക്കുന്നത് പോലെ വേറെ ആരുടെയും മരണം ഓർക്കുന്നില്ല. ഈ മരണത്തെ പറ്റി പാട്ടുള്ളത് പോലെ ലോകത്തിൽ ആരുടെയും മരണത്തെ പറ്റി പാട്ടില്ല. യേശുവിന്റെ മരണത്തിന്റെ വിശേഷത ഒത്തിരിയാ. തന്നെയല്ല, വേദപുസ്തകം പഠിച്ചാൽ ഒന്ന്, യേശു മരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി ജീവനെ
അപ്പം മരിക്കാനാ വന്നത്. 2, യേശു നേരിട്ട് പറഞ്ഞായിരുന്നു കൂടെ കൂടെ ഞാൻ മരിക്കുമെന്ന്. അതാ ഈ മരണത്തിൻ്റെ വിശേഷത. നമ്മൾ അങ്ങനെ പറയാറുമില്ല. ഇനി വലിയവരും പറയുന്നത് നമുക്ക് വലിയ താല്പര്യവും ഇല്ല. ഇവിടെ അവിടെ ഞാനും അടങ്ങിയിരിക്കുന്നു. തളേ മോനെ യോഗ ഉഴപ്പാൻ വന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചേ. അടുത്തത് ഇവിടെ അവിടെ. അപ്പൊ ഈ മരണത്തിന്റെ വിശേഷത, 1 അവിടുന്ന് മരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. 2 കൂടെ അവിടുന്ന് പറയുമായിരുന്നു, സംസാരിച്ച് തുടങ്ങിയെന്ന മരിക്കുന്ന കാര്യം യേശു പറഞ്ഞു തുടങ്ങി. 3 എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. യെരൂശലേമിൽ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തിരുവഞ്ചൂര് വെച്ച് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് തൻ്റെ ഇടം കൊണ്ട് എന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യണം. ഞാൻ ഉറവയ്ക്ക് വെച്ചേ മരിക്കുകയുള്ളൂ എന്ന് മാണിച്ചന് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. എനിക്ക് കാവാലത്തല്ല തിരുവല്ലായി വെച്ചാൽ എനിക്ക് ആർക്കും ഒക്കത്തില്ല. എന്നാൽ ചില ഭക്തന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതും പരുവക്കേടായപ്പോഴാണ് പറഞ്ഞു. യേശു 30 വയസ്സ് മുതൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു? യെരൂശലേമിൽ. അടുത്തത് എങ്ങനെ മരിക്കും അതും യേശു പറഞ്ഞു. എല്ലാം വാക്യം കൊണ്ട് എടുക്കാൻ നേരമില്ല, ഞാൻ വേറെ വിഷയത്തോട് വരേണ്ടത് കൊണ്ടാണ്. എങ്ങനെ മരിക്കും അത് യേശു പറഞ്ഞു. ഇനി ഈ മരണത്തിന് കാരണക്കാരാരാ അത് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും. നീളക്കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ, വലിയ പാരയാ. അതും പറഞ്ഞു യേശു. മാത്രമാണോ യേശു ക്രിസ്തു മരിക്കുമെന്ന് നിങ്ങൾ വേറെ പുസ്തകം വായിച്ചോ. മരിക്കുമെന്ന് പറഞ്ഞെടുത്തല്ല, മരിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, ചേർത്ത് പറഞ്ഞു ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ ഏത് നേതാവാ പറഞ്ഞേ? വേറെ ആരും പറഞ്ഞിട്ടില്ല. ഉയർത്തെഴുന്നേൽക്കും, ചാകുന്ന കാര്യം പറഞ്ഞിട്ടല്ലോ. ദൈവത്തിന് മഹത്വം. യേശു മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം നിർത്താതെ ചേർത്ത് പറഞ്ഞു മനുഷ്യപുത്രൻ മരിക്കും, കൊല്ലും, മനുഷ്യപുത്രൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടും, ആ മനുഷ്യത്തെ ഉയർത്തെഴുന്നേൽക്കും. അടുത്തത് എപ്പോഴേലും ഉയർത്തെഴുന്നേക്കുമെന്നല്ല, 3-ാം ദിവസം. ഇത്ര കൃത്യമായിട്ട് ആരാ പറഞ്ഞേ? ഈ മരണത്തിന് ഒത്തിരി വിശേഷതയാണ്. ഞാൻ ചില കാര്യം ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചേ. അപ്പൊ മടങ്ങി വരാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. ഇനി 2-ാമത്തെ തലക്കെട്ട്, എന്തിനാണ് ഈ സുവിശേഷം? വായിച്ചേ മോളെ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. തീത്തോസ് 2:11. എന്തിനാ സുവിശേഷം? വായിക്കാൻ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, ഓടിച്ചങ്ങ് പോകുക. സമയത്തെ ഒരു 10:30 ഇത് നിർത്തണമല്ലോ, അതുകൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലിരിക്കുന്നവർ, ശബ്ദപരിധിക്ക് കേൾക്കുന്നവർ, ദൂരത്തും ചാരത്തും സമീപ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർ, സകല മനുഷ്യരും രക്ഷപ്പെടണം. തിരുവഞ്ചൂരുകാർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കോട്ടയം ജില്ലയിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കേരളത്തിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഇന്ത്യ രാജ്യത്തുള്ളവർ മാത്രമല്ല, ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സകല വ്യക്തികളും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. സ്തോത്രം. അപ്പോൾ ഓടിച്ചു പോകാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാന്. അടുത്തത് ആരാ ഇത് കേൾക്കണ്ടേ? സുവിശേഷം ആര് കേൾക്കണം? വായിരും മോളെ, 2 വാക്യം ചടികടാന്ന് വായിച്ചോ. അല്ല, അത് നമ്മൾ വിട്ടു, പിന്നെ സമയം പോയി. നമുക്ക് ഭാഗ്യം തെളിഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും മർക്കോസിന്റെ സുവിശേഷം 13-ന്റെ 10 കൂടെ വായിക്കണം. 2 വാക്യം, 16, 15, 13, 10.
പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ആ. സകല സൃഷ്ടിയോടും ആ. സുവിശേഷം സകല സൃഷ്ടിയോടും സുവിശേഷം സുവിശേഷം. അപ്പൊ സുവിശേഷം ആരോടാ പറയേണ്ടത്? സകല സൃഷ്ടിയോടും പറയണം. ഒന്നിനെയും വിടരുതെന്ന്, ഒന്നിനെയും വിടരുത്. അവര് അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുന്നതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷെ പറയണം സകല സൃഷ്ടിയോടും. നിന്റെ ഉപ്പാപ്പനോടും കൊച്ചപ്പനോടും അമ്മാച്ചനോടും അമ്മായിയോടും അപ്പുറത്തുകാരോടും ഇപ്പുറത്തുകാരോടും ഹൈന്ദവ സ്നേഹിതന്മാരോടും മുസ്ലിം സഹോദരങ്ങളോടും ബുദ്ധനോടും ജൈനനോടും പാഴ്സിയോടും എന്ന് വേണ്ട അറബിയോട് സകല മുസ്ലിമിനോട് എല്ലാവരോടും പറഞ്ഞു. എന്തുവാ പറയുന്നത്? യേശു രക്ഷിക്കും, അത്രയും പറഞ്ഞ അതായത് സുവിശേഷം. യേശു ക്രിസ്തു. അല്ല നീ അവിടെ കിടന്ന് തിയോളജി, ആന്ത്രോപോളജി, ന്യൂമറ്റോളജി, എസ്കറ്റോളജി, അത് അപ്പടി ഇവനൊന്നും പിടികിട്ടത്തില്ല. അവസാനം പറയുക ഇത് പറഞ്ഞ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. മോള് 13:10 വായിരും. 13:10. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സകല ജാതികളോടും ഇത് പറയണം കേട്ടോ. സകല ജാതികളോടും പറയണം. ദൈവത്തിന് മഹത്വം. എല്ലാവരോടും പറഞ്ഞു. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷ ഈ കാര്യം ഒന്ന്, സുവിശേഷം എന്താ? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരിത് കേൾക്കണം? സകല സൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. എല്ലാവരും കേൾക്കണം. ദൈവത്തിന് മഹത്വം. സകല ആൾക്കാരും ഇത് കേൾക്കണം. അവരുടെ പറയണം. അതിന്റെ ഈ സുവിശേഷം പറയാൻ കാര്യം എന്നാ? എന്തിനാ നമ്മളിത് പറയാൻ കാര്യം? യേശു പറഞ്ഞത് പറയണമെന്ന്. യേശു വായിച്ച മോളെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം ആ യേശു ഗലീലയിൽ ചെന്ന് ആ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ആ കാലം തികഞ്ഞു, ആ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ആ. സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ് സുവിശേഷം പറയണമെന്ന്. സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പറയണം. ഇനി അധികം വിവരിക്കുന്നില്ല. എങ്ങനെയാ ഇത് പറയേണ്ടത്? പറയാനവരാ ഇതിനകത്തിരിക്കുന്നത് എല്ലാവരും. നന്ദി. എങ്ങനെ പറയണം? എങ്ങനെയും പറഞ്ഞാൽ പോരാ കേട്ടോ. എങ്ങനെ പറയണം? ഒന്ന്, അഭിമാനത്തോടെ പറയണം. വായിച്ച മോളെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, റോമാലേഖനം 15:21 വായിച്ചേ. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരന്മാര്, ദൈവകുഞ്ഞുങ്ങള്, ഇത് അഭിമാനത്തോടെ പറയണം. അല്ലാതെ കാശുകാരനെ കാണുമ്പം, ബിസിനസ്സുകാരനെ കാണുമ്പം, MLA കാണുമ്പോൾ, MP കാണുമ്പോൾ, മന്ത്രിയെ കാണുമ്പോൾ, തന്ത്രിയെ കാണുമ്പോൾ, പ്രധാനമന്ത്രിയെ കാണുമ്പോൾ, പ്രസിഡന്റിനെ കാണുമ്പോൾ ബഹുമാനിച്ചോണം. പക്ഷെ സുവിശേഷം അഭിമാനത്തോടെ പറയണം. ചില പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനോടൊന്നും മിണ്ടരുത്, അച്ഛൻ ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റാ, കുന്തം. എടാ അച്ചായനോടും പറയണം, ഇത് അഭിമാനത്തോടെ പറയണം. ചില അച്ചായൻ ഇഷ്ടമല്ല ഏത് സുവിശേഷം. അച്ചായൻ ഇരുമ്പ് വെള്ളം കുടിക്കുമ്പോൾ പഠിച്ചോളൂ. ഇരുമ്പ് വെള്ളം, താഴെ ഇരുമ്പ് വെള്ളമില്ലേ? അപ്പോൾ അഭിമാനത്തോടെ ഇത് പറയണം. അതിനാ ഇത് പറയേണ്ടത്? കാരണം ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ് പറയണമെന്ന്. ദൈവം നമ്മെ ഏൽപ്പിച്ചതാ. വായിച്ച മോളെ, ഇന്നെല്ലാം അങ്ങ് ലളിതമായിട്ടാ പറയുന്ന. വചനത്തിൽ നിന്ന് കുഴപ്പമില്ലല്ലോ. നല്ലത് ഇങ്ങനല്ലേ പറയണ്ടേ? ഇതാ ഇങ്ങനെ പറയുന്നത് ലളിതമായിട്ട്. എല്ലാവർക്കും മനസ്സിലാവും. മോനെ നിനക്ക് വീട് കിട്ടുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? താളം പിടിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോടാ? കണ്ടോ? നീ എന്നാണ് അങ്ങനെ ചെയ്യും? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെ കിട്ടുന്നില്ലേ മോനെ? ഇല്ലേ? ഉണ്ട് ഇല്ലേ? എല്ലാം മനസ്സിലാകുന്നു. ചെല്ല് പറഞ്ഞ ആർക്കും ഒന്നും പിടി കിട്ടുകയല്ല. എന്നതാണോ?
രോഗം കഴിയുമ്പോൾ നമ്മൾ പറയുന്നതിന് തകർത്തു. യോ, എന്നാൽ ഒരുത്തനെ പറ്റി ഞാൻ കേട്ടോ, പൊളിച്ചു കേട്ടോ. എന്നാ ഇത് പൊളിക്കുന്നുമില്ല, തകർക്കുന്നുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ ലളിതമായിട്ടാ പറയുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് എങ്ങനെ പറയണം? ഒന്ന്, അഭിമാനത്തോടെ പറയണം സുവിശേഷം. മോളെ വായിച്ച മോളെ 16:10 അപ്പോസ്തല പ്രവൃത്തി പെട്ടെന്ന് വായി. എന്തുവാ തോണ്ടി മാന്തിയിരിക്കുന്നത്? ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. സുവിശേഷം അറിയിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുക. ഈ ദർശനം കണ്ടിട്ട് ഒന്നുകൂടെ വായിച്ചു. എല്ലാവരും കേട്ടില്ലെന്ന്, പുറകിലുള്ളവരും കേട്ടില്ലെന്ന് തോന്നുന്നു. വായിച്ചു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചു വേണം ഇത് അറിയിക്കാൻ. എങ്ങനെ? ദൈവം ഞങ്ങളെ അയച്ചതാ, അല്ലാതെ ചർച്ചോക്കോടുകാരെ അയച്ചതല്ല. മുളക്കൊടുകാരൻ അയച്ചതാന്നു. സത്യം പറ. അല്ല, കുമ്പനാട്ടി വിഷയമായിട്ടൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. കുമ്പനാട്ടിൽ നിന്ന് അയച്ചത് കുമ്പനാട്ടിൽ നിന്ന് അയച്ചതാണോ? അല്ല. അങ്ങ് പുനലൂരിൽ നിന്ന് അയച്ചതാണോ? അല്ല. ചാരോനിൽ നിന്ന് അയച്ചതാണോ? അടയാറിൽ നിന്ന് വിട്ടതാണോ? അടയാറ്. ഓ, മനസ്സിലായില്ലേ? പിന്നെ ഇത് ദേവലോകത്തിൽ നിന്ന് വിട്ടതല്ല. ദേവലോകം എന്ന് പേരേ ഉള്ളു. എല്ലാ റബ്ബർ തോട്ടവും ഇറക്കവും കണ്ടുപോവാ. പേര് ദേവലോകം. ബോർഡ് കണ്ടുകൊണ്ട് എടുത്ത വണ്ടിയെ കയറി ദേവലോകം. അവന് തിരിച്ചു 1/2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ കയറി. എന്ത് ദേവലോകം വഴിയാടാ വന്നത്? എവിടെ ദേവലോകം? അത് നീ കഞ്ഞുകൂടി അങ്ങോട്ട് പോയപ്പോൾ ഇറക്കം ഇറങ്ങിയില്ലേ? ഇറക്കത്തിന്റെ അപ്പുറം ഇപ്പുറം അല്ല. ഇത് ദേവലോകത്തിൽ നിന്ന് വിട്ടതല്ല. ഏതാ? അന്ത്യോക്യയിൽ നിന്നും വിട്ടതല്ല. ഇത് പോപ്പ് അയച്ചതല്ലെന്ന്. കുമ്പനാട്ടിൽ നിന്നും വിട്ടതല്ല. പിന്നെയോ ഇത് ദൈവം അയച്ചതാ. കുമ്പനാട്ടിൽ നിന്ന് വിട്ടാൽ കുമ്പനാട്ടുകാരൻ 2-3 മുടക്കുമ്പോൾ ഇവൻ നിർത്തും വേല. മുളക്കരാന്ന് വിട്ടാൽ അവിടുന്ന് പരിപാടി $, ഏതാ സായിപ്പ് വല്ലതും തന്നില്ലേ, അന്നേരം ഇവൻ കട്ടയം പടോ. ഞാൻ പറയുന്നത് സത്യമല്ലേ? അങ്ങനെ തന്നെ. സ്തോത്രം. എല്ലാം പിടികിട്ടുന്നുണ്ടോ? സംഘടന വിട്ടവൻ സംഘടന സഹായം നിർത്തുമ്പോ ഇവൻ നിർത്തും. പക്ഷേ ഇത് ദൈവം വിട്ടതാ. ദൈവമയച്ചവന്റെ വിശേഷത. ആര് തന്നാലും തന്നില്ലാലും, മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും, തടഞ്ഞാലും എതിർത്താലും അവൻ സുവിശേഷം അറിയിക്കും. ഇവരെ 1-2 പേര് ഞരങ്ങുന്നു സ്വോത്രകാഴ്ച എടുക്കാത്തത്. നിങ്ങൾ പാട്ടം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. ദിവ്യ ജനേശ്വരാം പവ്യ ഗുണാത്മക ദിവ്യ ജനേശ്വരാം പവ്യ ഗുണാത്മക ദിവ്യ ജനേശ്വരാം പവ്യ ഗുണാത്മക ഭാഗ്യപ്രദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക. ദിവ്യ ജഡം വെടിഞ്ഞ ദിവ്യലോകെ വന്ന ദിവ്യ ജഡം വെടിഞ്ഞ ദിവ്യലോകെ വന്ന പൂർവികിൽ വന്ന പരദേവ വിഗതജര പരദേവ വിഗത
പൂർവോദിത നിർവ്യാജ വാക്ത്രേ പൂർവോദിത നിർവ്യാജ വാക്ത്രേ പൂർവോദിത നിർവ്യാജ വാക്ത്രേ നിർവഹിപ്പാൻ വന്ന സർവേശ്വര സുന്ദരം ഹൃദഗർവ ജനദജര ഹൃദഗർവ ജനദജര ഹൃദഗർവ ജനദജര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം അഭിമാനത്തോടെ പറയണം. ഒന്ന്, അഭിമാനത്തോടെ പറയണം. രണ്ട്, ദൈവമാണ് അയച്ചത്. ഈ ബോധം വേണം, അല്ല സംഘടന അയച്ചതല്ല. സംഘടന അയച്ചവരില്ല, സംഘടന നിർത്തുമ്പോൾ അവരും നിർത്തും. ഇത് ദൈവം അയച്ചതാണ്. പൗലോസ് പറഞ്ഞു ക്രിസ്തു തന്നെ അയച്ചതാണ്. ഒരു വാക്യം കൂടെ വായിച്ചു ഇതിനോട് ചേർത്ത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 17. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. സ്നാനം കഴിപ്പാനല്ല ഒന്നുകൂടെ ഒന്ന് വായിച്ചു. സ്നാനം കഴിപ്പിപ്പാനല്ല. സ്നാനം കഴിപ്പിപ്പാനല്ല. അങ്ങനെ കഴിപ്പിക്കുന്നവരുണ്ട്. ലോക്കൽ ഉപദേശം പോയി ആത്മാക്കൾ നേടും. മെയിൻ ആള് വന്ന് മുക്കും. എന്നിട്ട് പുള്ളിയുള്ള വേദിയിലും പറയും ഞാൻ 1000 പേരെ മുക്കി. ഇവൻ ഒരു പൂഞ്ഞാനെ പോലും നേടിയവന്. അല്ല, നമ്മുടെ ആൾക്കാരും പറഞ്ഞു മറ്റേ പുള്ളി വന്നെങ്കിൽ മുക്കിയാല് പുള്ളി ഇതുവരെ ഒത്തില്ലല്ലോ, പിന്നല്ലേ ഇനി. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കും. ഉള്ള കാര്യമായി പറ. ലോക്കൽ പാസ്റ്ററും ഭാര്യയും കൂടെ വീടും കയറി സുവിശേഷം പറഞ്ഞു ഉപവസിച്ചു. ഒരുത്തന്നെ നേടാൻ എന്ത് കഷ്ടപ്പാടാണെന്നറിയാം. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചവനെ കുടിയനോ വെറിയനോ ഒക്കെ ആണെങ്കിൽ അവനെ കൊണ്ട് തന്നെ പരുവത്തിന് കൈകാര്യം ചെയ്ത് പരുവത്തിനെടുത്ത് എത്ര വട്ടം ഒരു വീട്ടിൽ പോയി. ചിലപ്പം വല്ലതും സഹായം ചെയ്തെന്ന് വരും. ചിലപ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ ചെന്ന് സഹായിച്ചെന്ന്. ഞങ്ങൾക്കൊരു കുറിയാക്കോ സാറുണ്ടായിരുന്നു. ഒരുത്തൻ ഹൈന്ദവോച്ചാർത്തിൽ നിന്ന് വന്നു. അവനെ ബൈബിൾ ക്ലാസ്സിൽ കാണുന്നില്ല. അവസാനം ചോദിച്ചു അവിടെ നമ്മുടെ കുറിയാക്കോ സാർ ഇപ്പോൾ ആരാ നൂണ്ടിയല്ല പാസ്റ്റർ പ്രാർത്ഥന. കുറിയാക്കോ സാറ് അറിയത്തില്ല, കുറിച്ചില്ല. അപ്പോൾ സാറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവൻ വരുന്നില്ല. എന്നാടാന്ന് ചോദിച്ചു. അപ്പോൾ അവനെ തപ്പി സാറ് വീട്ടിൽ ചെന്ന്. അധ്യാപകനാണ്, ബൈബിൾ സ്കൂളിലെ അധ്യാപകൻ, നന്നായിട്ട് വായന അറിയാം. അവിടെ ചെന്നപ്പോൾ അവൻ പറയുക സാറേ വരണമെന്നൊക്കെ ഒത്തിരി ഉണ്ട്, വീട്ടിൻ്റെ കാര്യം നടക്കണ്ടേ, കുരുമുളക് പഴുത്ത് കിടക്കുക, അത് പറിക്കാൻ ആള് ഇല്ല, ഞാനത് ഒരുത്തന്നെ നിർത്തി ആ കൂലി കൊടുക്കാനില്ല. ഉടനെ സാറ് പറഞ്ഞു നീ വേനയും പേപ്പറും ബുക്കുമായിട്ട് വാടാ, വേദവസ് കൊടുത്താണ്, നീ അവിടെ ഇരിക്കുക. സാറ് ഏണി വെച്ച് കുരുമുളക് പറിക്കുക. നടന്ന കാര്യമാണ്. സാറ് കുരുമുളക് പറിച്ചുകൊണ്ട് അവനോട് വചനം പറഞ്ഞു കൊടുക്കുക. എന്തോ കാഴ്ചപ്പാടാണ്. സാറ് ഏണി വെച്ച് മനസ്സിലാകുന്നില്ലേ? നമ്മുടെ സാറന്മാരെല്ലാം എന്തോ വലിയ എല്ലാം സാറന്മാരാ. ആ പോകൊക്കെ കണ്ടു ഒരു പൂക്കച്ചോളെ അറിയാനും മേലെ സാറ് എല്ലാം സാറാ. ഇപ്പോഴത്തെ സാറന്മാരുടെ പഠിപ്പിനങ്ങല്ലേ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊരു ചിന്തയുണ്ട്, അങ്ങനെ ഒരു ചിന്തയുണ്ട്. നിങ്ങൾക്ക് ഏത് വേണേലും ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇതാ പഠിപ്പിച്ചു വിടുന്നേ. ഈ പഠിത്തമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാലോ? അത്ര പഠിത്തമല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാറന്മാരുണ്ട്. ഏതാ അവനെ നേടാൻ വേണ്ടിയാ. എന്നാ സ്നാനം കഴിപ്പിക്കാനല്ല. ഒന്നുകൂടി വായിച്ചേ മോളെ. സ്നാനം കഴിപ്പിക്കാനല്ല, സ്നാനം കഴിപ്പിക്കാനല്ല,
സുവിശേഷം അറിയിപ്പാനത്രേ സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തു എന്നെ അയച്ചത്. നെടുക നടന്ന് മുക്കാനല്ലെന്ന്. ചിലക്ക് 2-3 കാര്യം അറിയാവുള്ളൂ. 1 മുക്കുക, 2 കൈ പിടിപ്പിക്കുക, 3 കർട്ടൻ മുറിക്കുക. കർട്ടൻ മുറിക്കുന്നതിനകത്ത് പിടി കിട്ടിയല്ലോ. പാവത്തങ്ങൾ ബിൽഡിംഗ് എല്ലാം പണിത് കടം മേടിച്ച് കഷ്ടപ്പെട്ട് കെട്ടിടം പണിത് കഴിയുമ്പോൾ മെയിൻ പുള്ളി ആ വരവൊക്കെ ഒന്ന് കാണണം കർത്തരിയായിട്ട്. കർട്ടൻ മുറിച്ചവന് 50,000, കഷ്ടപ്പെട്ടവന് 2,000. ഉള്ള കാര്യമായി പറ. മിക്കവാറും ഇന്ന് 2-1 ഇവിടെ നടക്കും. ദൈവത്തിന് മഹത്വം. പൗലോസ് വളരെ കൃത്യമായിട്ടാ പറഞ്ഞ്, സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത്, സുവിശേഷം അറിയിക്കാനാ. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനം എന്തോ നല്ല രീതിയാ. എനിക്കതൊക്കെ ഇഷ്ടമാണ് പറയുന്നത്. എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. അത് പൗലോസ് ഈ വിടവാങ്ങൽ സന്ദേശം പറഞ്ഞപ്പോഴുണ്ടല്ലോ, വായിച്ചേ മോള് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-20 അധ്യായത്തിന്റെ 17 മുതൽ വായിക്കും. അവൻ മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരവനെടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യം അടുത്ത കണ്ണിക വളരെ താഴ്മയോടും. അങ്ങനെയാണോ കൊച്ചേ? നന്നായിട്ട് വായിക്കും. ആ കണ്ണിക തുടങ്ങുന്നത് വായിക്കാൻ ഉടനെ അങ്ങോട്ട് കൊടുത്തു. ഞാൻ ആസിയിൽ അതല്ലേ കണ്ണിക തുടങ്ങുന്നേ. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു, അങ്ങനല്ലേ മോള്? അതെ തന്നെ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായി നിങ്ങളോട് പ്രസ്താവിച്ച് ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകുക, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണന് വലിയേറതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവ് കർത്താവാകുന്ന യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. എല്ലാവരുടെയും നേരമില്ല, അതുകൊണ്ട് ഓടിച്ചങ്ങ് പോവുക. ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. എങ്ങനെയാണെന്നറിയാമോ മെത്തേഡ്? കണ്ടവരോട് ചന്തസ്ഥലത്തെ, വഴിവക്കത്തെ, പുഴവക്കത്തെ മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവനോടും വലിയവനോടും അങ്ങനെ അറിയിക്കണം. നമ്മുടെ ആൾക്കാർ ടീം പ്രവർത്തനമുണ്ട്. ടീം അങ്ങനെ ഉണ്ടോ? ഗോസ്പൽ ടീം, നല്ല ടീമാ. പണ്ടൊക്കെ ഈ 2 പേര് ബൈക്കല്ല, അപ്പം ലഘുലേഖ ഉണ്ട്. തമ്പിയുടെ ഹൃദയം തകരുന്ന കപ്പൽ, നീ എങ്ങോട്ട്? നല്ല ലഘുലേഖകളാ. ഇതുമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, അറിയാം. അപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ വീട് കാണും. ഉടനെ കൂടെയുള്ള പുള്ളി പറയും നമുക്ക് അങ്ങോട്ട് കയറാം. ഉടനെ കൂടെയുള്ള അവര് നമ്മുടെ കൂടെ ഒന്ന് വരും. ഓക്കെ, പിന്നെ പറഞ്ഞു നമ്മുടെ കൂടെ അവര്, പിന്നെ അവര് തങ്കുവിൻ്റെ കൂടെ പോകുന്നു. തങ്കുവും താരും ഒക്കെ അവരുടെ ഒക്കെ. പിന്നെ തങ്കുവും താരും തമ്പേറും അവരവിടെ പോകുന്നു. എന്നാലും നമുക്കൊന്ന് കയറും. പട്ടി ഉണ്ടാകുന്നു. കുഴപ്പമില്ല, പട്ടിയുണ്ടെന്ന് എന്നാ പ്രസാദ് പാസ്റ്റർ മാണിച്ചനുമായിട്ട് ഏണ്ട് പറഞ്ഞു ഞാൻ കണ്ടു. പട്ടിയുണ്ടെന്ന് അവിടെ ഇല്ല, പട്ടിയെ പൂട്ടി ണ്ടല്ലോ, ചാണകം തളിച്ച് ഒറ്റവാതിലായിട്ട് ചെറിയ വീട്. ഉടനെ കൂടെയുള്ള എന്നാ നമുക്ക് അങ്ങോട്ട് കയറാം. അതുങ്ങൾ വന്നിട്ടും വലിയ നീ ആരെ ഗുണപ്പെടുത്താൻ നടക്കുകയാണ്? അങ്ങ് പ്രവർത്തനമാണ്. ഇവര് വന്നാ നല്ലതാ, മറ്റവര് വന്നിട്ട് വലിയ കാര്യവും. എടാ ബെടലേ, ആരാ ഇങ്ങനെയുള്ളവരോടാ? പുസ്തകത്തിന്റെ വാക്യം എന്നാന്നറിയാമോ? എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ. സഭയ്ക്കകത്ത്
എല്ലാവരോടും അറിയിക്കണം. കണ്ടവരോട് ചന്തസ്ഥലത്ത്, വഴിവെക്കത്ത്, പൊടിവെക്കത്ത്, മെനക്കേടാണ് വീരനോടും പരസ്യമായി രഹസ്യമായി ചെറിയവനോടും വലിയവനോടും എല്ലാവരോടും പറയണം സുവിശേഷം. അതെന്നാ കാര്യം? ഒന്ന്, ഇത് അഭിമാനത്തോടെ പറയണം. രണ്ട്, ഇത് ദൈവം അയച്ചതാന്നുള്ളൊരു വിവരം ഉണ്ടായിരിക്കണം, ബോധം. മൂന്ന്, സ്നാനപ്പെടുത്താനല്ല വിട്ടത്, അവൻ സുവിശേഷം അറിയിക്കാനാ. ഇതെല്ലാവരും പറയണം, എല്ലാവരും പറയണം. ആട്ടെ, മുൻപോട്ട് പോകാം. ഇനി ഈ സുവിശേഷം പറയുമ്പോൾ എങ്ങനെയാ പറയേണ്ടത്? പറയേണ്ട വിധമുണ്ട്. വായിച്ചേ മോളെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. സുവിശേഷം അറിയിക്കുമ്പോൾ എങ്ങനെ അറിയിക്കേണ്ടത്? വായിരും. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയി. ഇങ്ങനെ ആ സുവിശേഷം അറിയിക്കേണ്ടത് എങ്ങനെ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടെ. കുറെ വാക്യം മാത്രം പറഞ്ഞേച്ച് പോകുമല്ല. ചിലരുണ്ടല്ലോ വാക്യം മാത്രം നിന്നോണ്ട് പറയും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരനക്കവും, പക്ഷെ നന്നായിട്ട് വചനം പറയും. ഒരു വാക്യം എടുത്താൽ അത് കീറാവുന്നതിൻ്റെ പരമാവധി കീറി അത് പാകത്തെ കണ്ടിച്ച് മാറ്റിവെച്ച് പിന്നെ അതിനെ എന്തോ വചനത്തിൻ്റെ തിട്ടമാ. അഭിനന്ദിക്കുന്നു, പക്ഷെ യാതൊരനക്കവും. ഉണ്ടോ? ഒത്തിരി പേരുണ്ട്, നന്നായിട്ട് പറയും, അറിയാം. പക്ഷെ പൗലോസ് പറയുക, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യങ്ങള് ഗൂഗിളിൽ കയറിയും മറ്റു കാര്യങ്ങളിലൊക്കെ കയറി എടുക്കുന്നത് നല്ല തെറ്റൊന്നും പറയുന്നില്ല. അത് മാത്രം പറയല്ല. മത്തായി 4:3, 3:4, 2:1 ഇങ്ങനെ കുറെ വാക്യം പറയല്ല. പിന്നെ എങ്ങനെ? ഞങ്ങളുടെ സുവിശേഷം ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇങ്ങനെ ഇത് അറിയിക്കണ്ട. ശക്തിയോടെ പറയണം, പരിശുദ്ധാത്മ നിറവിൽ പറയണം, നിശ്ചയം ഉണ്ടായിരിക്കണം. അങ്ങനെ ഇത് പറയണം സുവിശേഷം. ആട്ടെ, ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? എങ്ങനെയാ കേൾക്കണ്ട? വായിരുമോളെ 6-ാം വാക്യം. ഇപ്പം വായിച്ചതിന്റെ തൊട്ട് താഴത്തെ വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. മതി. എന്ത് രസമാണ്! എങ്ങനെയാ ഇത് കൈക്കൊള്ളണ്ടേ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. എങ്ങനെയാ ഇവരിയ്ക്കുന്നത്? ബഹുകഷ്ടത്തോടായിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം പലവിധ കഷ്ടമുള്ളവരെ. രോഗമുള്ളവരുണ്ട്, കടവാരമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് രോഗപീഠകൾ വലയുന്നവരുണ്ട്, മാറാരോഗത്താൽ വലയുന്നവർ ചിലപ്പോൾ ഇതിനകത്ത് കണ്ടെന്ന് വരാം. ആമേൻ. പലവിധ പ്രശ്നങ്ങളുടെ തീച്ചൂളയ്ക്കകത്തൂടെ പോകുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് കണ്ടെന്നവരൊക്കെയുണ്ട്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും പാട്ടുകാർക്കും ഒക്കെ പ്രശ്നമുള്ളവരാ. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. പഴമക്കാർ പറയും പോലെ ആനയ്ക്ക് തടിഭാര എറുമ്പിന് അരിഭാര എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉള്ളവരാ. ഇല്ലയോ? മോന് പ്രശ്നം ഇല്ലയോടാ? ഇല്ലേ? മുഴുവൻ പ്രശ്നങ്ങളില്ലേ? ഇല്ലേ മോളെ? വാക്യം വായിച്ചു ഇല്ലേ? വാക്യം വായിച്ചു തന്നെ പ്രശ്നമായി കിടക്കുക. പ്രശ്നങ്ങളില്ലേ? ഇഷ്ടം പോലെ പിടിക്കുന്ന എല്ലാവർക്കും. മോനെ നിനക്ക് പ്രശ്നമില്ലേ? വീഡിയോ എടുക്കുന്നു ഇല്ലയോ? നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ അറിയാം മുഴുവൻ പ്രശ്നമാണ്. എന്നാലും നീയും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. മൈക്ക് ഓപ്പറേറ്റ് പ്രശ്നമില്ലയോ മക്കളെ? പ്രശ്നമുള്ളതുകൊണ്ടല്ലോ അയ്യോ തണുപ്പത്ത് വന്നിങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ പലവിധ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാ. പ്രശ്നമില്ലേ മാണിച്ച? അയ്യോ പ്രസാദാസ്, ദൈവത്തിന് മഹത്വം. പക്ഷേ ആമൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് വന്നിരുന്ന് ഇത് കേൾക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. എനിക്ക് ഈ ദൈവദാസന്മാരെയൊക്കെ ബഹുമാനം തോന്നാണ്ട് പയ്യത പുസ്തകമൊക്കെ ഉണ്ട്, തുറക്കുകയും എടുക്കുകയും സന്തോഷിക്കുകയും. ചില യോഗത്തിന് ഞാൻ സ്റ്റേജ് കുറേ എണ്ണം വന്ന് വെറുതെ മെനക്കെട്ടിരിക്കും. എന്തിനാണെന്നോ യുവമാരെല്ലാം കൂടെ വന്നിങ്ങനെ? ആണ്ട ബഹുമാനപ്പെട്ട ജോൺസൺ മാർ സന്തോഷിച്ച് ആസ്വദിച്ചിരിക്കുന്നു. ഇങ്ങനെ വേണം. സജി പാസ്റ്റർ കൊടുകയും ചില അവന്മാരുണ്ട്. സെൻട്രൽ പാസ്റ്ററാണ്, DP ആണ്, KP ആണ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ മെമ്പർ. ആരുടെ കുന്തം പോടാ? ഇവനൊന്നും വന്ന് ഓത്രവും പറയുകയില്ല, ദൈവത്തെയും വിളിക്കുകയില്ല. ചുമ്മാ വന്ന് നത്തുകുത്തിയിരിക്കും പോലെ ഇരുന്നേച്ച്. ദൈവത്തിന് മഹത്വം.
ഒരു കാര്യം ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് വചനം അങ്ങോട്ട് കൈക്കൊണ്ടേ. അതന്നെ, ഈ വചനം ശക്തിയുള്ള വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് ഉലയിലൊരുക്കി ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ. ഇത് അതിവേഗത്തിലോടുന്ന തിരുവചനമാ. ഇത് നിന്നെ സൗഖ്യമാക്കുന്ന വചനമാ. വചനം തീ പോലെ പേറക തകർക്കുന്ന ചുറ്റികയാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. വചനം തീ പോലെ. ഇത് അത് കാലിന് ദീപമാ, ഇത് പാറയ്ക്ക് പ്രകാശമാ, ഇത് നിന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ, ഇത് അണ്ണാക്കിന് മധുരമാ, ഇത് തേരലും തേൻകട്ടയിലും മധുരമുള്ള വചനമാ, ഇത് പൊന്നിലും തങ്കത്തിലും ഏകീകരിക്കത്ത വചനം, ഇത് ഓടിച്ചെല്ലുന്ന വചനമാണ്. മായി കേട്ടില്ല ചെല്ലപ്പെടുത്തില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ ഗീർവാണം പറഞ്ഞ് ഞാൻ ദീർഘവർഷങ്ങളായി ഫിലിപ്പ് സാറാ എന്റെ തലേ. ആണെന്ന് എതിർക്കുക, ഇങ്ങനെയൊക്കെ അങ്ങ് പാരമ്പര്യം പറയുക, അത് അഭിനന്ദിക്കുന്നു. അപ്പൊ ഇങ്ങനെ സുവിശേഷം കേൾക്കുന്നവരും കേട്ടവരും ഈ നൂറ്റാണ്ടുകളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് എങ്ങനെ ആയിരിക്കണം? അത് അറിയണം. മോളെ ഒരു വാക്യം വായില്ല, എല്ലാ വാക്യവും വായിക്കാൻ ഇപ്പോൾ ഒക്കുമെന്ന് തോന്നുന്നില്ല. വായിച്ചേ ആണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. സുവിശേഷം പറയുന്നവരും അരനൂറ്റാണ്ടുകാരും 75 വർഷമായവരും 40 കൊല്ലമായവരുമൊക്കെ എല്ലാവരും പറയുന്ന ഞാനും കേൾക്കുന്ന നീയും ഈ കാര്യം ശ്രദ്ധിക്കണം. എന്തുവാ ഒന്നുകൂടെ വായിച്ചേ മോളെ, എല്ലാവരും കേൾക്കട്ടെ ഒന്നുകൂടെ വായിരും. സുവിശേഷത്തിന് വിഘ്നം, അത് വേർത്ത് വായിച്ചേ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിഘ്നവും വരുത്താതിരിപ്പാൻ. യാതൊരു വിഘ്നവും തടസ്സം വരുത്താതിരിക്കേണ്ടതിന് സകലവും പൊറുക്കുന്നു. എല്ലാം പൊറുക്കണം. മനസ്സിലായി? എന്നാ വല്ലതും പിടികിട്ടുന്നുണ്ടോ? എല്ലാം പൊറുക്കണം. അമ്മായിയമ്മ മരുമകളോട് പൊറുക്കണം, മരുമകൾ അമ്മായിയമ്മയോട് പൊറുക്കണം. രണ്ടുകൂടെ വെടികൊണ്ട പന്നി പോകുമ്പോഴല്ലേ ഞായറാഴ്ച ഓടുന്നത്. തള്ള ചർച്ചകളിലോട്ട്, മോൾ IPS-ലോട്ട്, മോൻ ചാരോയിലോട്ട്, തള്ളയുടെ അനിയത്തി TPM-ലെല്ലാം പായുക വെളുപ്പിന്. നല്ല കാര്യം പൊക്കോ. അപ്പം അവിടെ 5:30 കുർബാന, ചിലത് കുളിക്കാനവരായി പോകുന്നത്. മൂടി കുളിക്കുക പോലുമില്ല ചിലത്, എല്ലാവരുടെയും കാര്യമല്ല. മോന്ത ഒന്ന് കഴിക്കങ്ങ് എൻ്റെ ആ വിഷയം വിടുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തഡോക്സിലോട്ട്, യാക്കോബ, പെന്തിക്കോസ്, ബ്രദർ എല്ലാം പോവുക. വർഷങ്ങളായിട്ട് കേൾക്കുക, പറയുകയും ചെയ്യുക. പക്ഷെ ഒരു കാര്യം പറയാ, തമ്മിൽ പൊറുക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണമെന്ന്. ചേട്ടനോട് മിണ്ടുകാല, അനിയനോട് മിണ്ടുകാല, അമ്മായിയമ്മയോട് മിണ്ടുകാല, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയില്ല. ചേട്ടനും അനിയനും അപ്പുറം ഇപ്പുറം അതിന് തർക്കം, ഭയങ്കര കൊമ്പ്. ചേട്ടൻ്റെ കയ്യിൽ NIV, മറ്റവൻ്റെ KJV. ചേട്ടൻ്റെ ഭാര്യയുടെ കയ്യിൽ സിയോം ഗീതാവലി, അതുകൊണ്ട് 3000 ചിലവാനം പാട്ട്. അനിയൻ്റെ ഭാര്യയുടെ കയ്യിൽ സംഗീതരത്നാവലി. ഏതിനാടി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ വെളുപ്പിനെ? ചേടിയത്തെ അനിയത്തിയും കൊമ്പ. അപ്പൊ അയലത്തുകാരോട് മിണ്ടുകയല്ല, അവരോട് മിണ്ടിട്ട് 5.5 കൊല്ലമായി. ഓടുക ഞായറാഴ്ച. എല്ലാവരും സുവിശേഷത്തിന് വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് ഞാനും നീയും പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും സകലതും പൊറുക്കണം. കാശ് വെച്ചോണ്ടിരിക്കരുത്, വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്, പിണങ്ങിയിരിക്കരുത്, വഴക്കുണ്ടാക്കരുത്. ആണ്ട് ഒരു സഭ എങ്ങാണ്ട് കിടന്ന് അടിയുണ്ടാക്കി മുടിഞ്ഞവനെല്ലാം കൂടെ.
ഇവനെയൊക്കെ തലേ വെള്ളിടി വെട്ടിയില്ലേ നോക്കൂ. നീ സുവിശേഷത്തിന്റെ വഴി അടയ്ക്കുന്നെന്ന് ഓർത്തോണം കേട്ടോ. നിന്നെ സന്തതിയും ദൈവം വിടുകയല്ല. ഒരു നടക്ക് നീ പോകുകയില്ല. നീ സുവിശേഷത്തിന്റെ വഴിക്കാ വിഘ്നം ഉണ്ടാക്കുന്നേ. നാളെ ആ സ്ഥലത്തോട്ട് ചെന്ന് ഇതുമായിട്ട് എല്ലാം പറ്റുമോ? നിന്നെ വിടുവോ? ഒരുത്തി വേറൊരു തള്ളക്കിട്ട് ഞാൻ കണ്ടതാ കേട്ടോ. ഒരു പൊണ്ണി ചീകപ്പോത്ത് പോലുള്ള ഒരെണ്ണം. ഇതിനെയൊക്കെ പിന്നെ അമ്മാമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? ചീമപ്പന്ന് ഇരിക്കുമ്പോൾ ഇരിക്കുക ഉള്ളതാണ് നീ പറയുന്നേ. സഭയ്ക്കകത്ത് കിടന്നു പറയുന്നില്ല. ഞാൻ ഹൃദയവേദനയുണ്ട്. സുവിശേഷത്തിന് വിഘ്നം വരുത്തരുത്. ദൈവം വിടുകയല്ല കേട്ടോ. തെറ്റവരുടെ ഭാഗത്തായിരിക്കും. പക്ഷേ നാം സുവിശേഷം പറയുന്നവരാണ്. നമ്മൾ ക്ഷമിക്കണം. തെറ്റവരുടെ ഭാഗത്തായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ ഞാനും നീയും ക്ഷമിക്കണം. അതിനാ യേശു അങ്ങനെ മാതൃക കാണിച്ചേ. എന്തുവാ? അടിച്ചു, ഉപദ്രവിച്ചു, തുപ്പി, തല്ലി, മുൾക്കിരീടം കൊണ്ടുവന്ന് അടിച്ചിറക്കി, കണ്ണ് വരെ വെളിയിലോട്ട് തള്ളി എന്ന. ചാട്ടമാറ് കൊണ്ട് ദാക്ഷണ്യമില്ലാതെ അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞിരുന്ന് മുതുക് ഉഴവജാല് പോലെ നീളത്തിക്ക് ഏറ്റവും ധാരധാരയായിട്ട് ഒഴുകുക. അതിവേദന, പ്രാണവേദന, കയ്പ് കാടിയും കുടിക്കാൻ കൊടുത്തു. ആടുകളാൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ സമയത്തും അവിടുന്ന് തിരുവായി മുടിഞ്ഞതിങ്ങനെ, പിതാവേ ക്ഷമിക്കണം. ഉപദേശമാര് തന്നെ ചേട്ടാനിയന്മാര് മിണ്ടാത്തവരുണ്ട്. ഉപദേശമാര് തന്നെ അങ്ങ് പ്രവർത്തനമാണ്. നാളൊരാൾ പറഞ്ഞ പ്രവർത്തനം. തള്ളക്ക് വെള്ളം കൊടുക്കൽ, അവനങ്ങ് പ്രവർത്തനമാണ്. രാവിലെ ഒരു കിതാബ് എടുത്തോണ്ട് അങ്ങ് ഇറങ്ങും. പറ്റതള്ള നിറന്നിരിക്കുക. ഭാര്യയും ഭർത്താവിടെ രാവിലെ അങ്ങ് പോവുക. അവളിങ്ങനെ പറ്റതള്ളക്ക് വെള്ളം കൊടുക്കുകയാലും മിണ്ടുകയില്ല. എന്നെ അതിനെ ഇങ്ങനെ സൂക്ഷിച്ചു ഉള്ള കാര്യം എന്നെ. ദൈവത്തിന് മഹത്വം. ക്ഷമിക്കണേ, പൊറുക്കണേ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്ന് ആരേലും അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ചേട്ടനോടോ ചേട്ടത്തിയോടോ അനിയനോടോ അനിയത്തിയോടോ അയലത്തുകാരോടോ സഭയിൽപ്പെട്ട ആരോടേലും പിണക്കമോ ക്ഷമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് നിരപ്പായില്ലെങ്കിൽ അടുത്ത ആണ്ട് നിനക്ക് കൂടാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ച എന്നാ പ്രസാദ് വാച്ച് ഉള്ളതുപോലെ പറയുന്നത്. എന്നാ വേറെ പുസ്തകം വെച്ചോണ്ടാ പറയുന്നത്. നിനക്ക് പിണങ്ങാനൊന്നും വ്യവസ്ഥയില്ല. നമുക്കുള്ള വ്യവസ്ഥ ക്ഷമിക്കാനാ. ഇപ്പൊ ചൊല്ലി ചിന്തിക്കുക, അങ്ങ് എഴുന്നേറ്റ് പോയാൽ കൊള്ളായിരുന്നു, വന്നത് മെനക്കേടാ. എണ്ണം എഴുന്നേക്ക് ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ചു പറയുവേ. കാക്കാശിന് വിവരമുള്ളവനല്ല. ദൈവത്തെ ഓർത്ത് കേട്ടിരിക്കുകയല്ല, അത് ഒരു നിവർത്തി ഇല്ല. എഴുന്നേക്കരുതേ, കൊച്ചുങ്ങളെ പോലും അയാൾ വെച്ചേക്കുന്നില്ല. അല്ല, അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്, ഉണ്ട്. ചൊല്ലി പുറകെ ഇരിക്കുന്ന ഇടയ്ക്ക് പോകാൻ വേണ്ടി അതാ പമ്മി ഇരിക്കുന്നു. ഇരുട്ടത്താകുമ്പോൾ അറിയാലും പോയാലും കൊള്ളാം, ഇരുന്നാലും കൊള്ളാം, വന്നാലും കൊള്ളാം, നിന്നാലും കൊള്ളാം. സുവിശേഷം പറയുന്ന, കേൾക്കുന്ന, വിശ്വസിക്കുന്ന ഞാനും നീയും ക്ഷമിക്കണം. ഇല്ലെങ്കിൽ ഈ മാർഗത്തിൽ നിന്ന് പോകണം. ഇവിടെ കടന്ന് മെനയുണ്ടാക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സകലതും പൊറുക്കണം. ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മളോട് എന്തെല്ലാം ക്ഷമിച്ചു. ഇന്ന് രാത്രി ആയുസോടിരിക്കുകയല്ലേ. നമ്മൾ ചെയ്തതും പ്രവർത്തിച്ചതും ഇടപെട്ടതും സംസാരിച്ചതൊക്കെ വെച്ച് നോക്കിയാൽ ഇന്നിവിടെ ആരേലും ഇരിക്കുവോ? അവിടെ എത്രയോ കരുണയുള്ള ദൈവം, ദയുള്ള ദൈവം, മനസ്സിലുള്ള ദൈവം, ക്ഷമയുള്ള ദൈവം. നമുക്ക് ക്ഷമിച്ചാൽ തന്നെ ദൈവത്തിന് മകൻ നിർത്തുക, ഓടിച്ച് ആ ഭാഗമല്ല അങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. സുവിശേഷം അറിയിക്കുന്നവരെ
പൊറുക്കണേ. തമ്മിൽ മിണ്ടാത്തവരുണ്ടെങ്കിൽ കൈ കൊടുക്കണേ, ക്ഷമിക്കണേ. അങ്ങോട്ട് ചെന്ന് ക്ഷമ പറയണം, അല്ലാതെ മാല കണ്ണിട്ട് നോക്കുകയല്ല ഇങ്ങോട്ട് വരുമെന്ന്. അങ്ങോട്ട് ചെല്ല. ആട്ടെ, ഒരു പ്രധാന പോയിന്റൂടെ പറഞ്ഞ ഭാഗം അങ്ങോട്ട് നിർത്താൻ ആശിക്കുക. എന്താണ് സുവിശേഷം? എന്തിനാ സുവിശേഷം? ആര് കേൾക്കണം? എങ്ങനെ പറയണം? പറയാൻ കാര്യമല്ല. സ്തോത്രം. സുവിശേഷം പറയുന്നവരെങ്ങനെ ആയിരിക്കണം? ഇത്രയും കാര്യമായി ഇപ്പോൾ ചിന്തിച്ചത്. ഇനി അടുത്തത് പ്രധാന പോയിന്റ്, സുവിശേഷത്തിന്റെ വിശേഷത. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? അതൊക്കെ പറയണമെങ്കിൽ എനിക്കൊരു 3 മണിക്കൂറെങ്കിലും വേണം, എൻ്റെ ശൈലി പറയാൻ. കാരണം ഞാൻ സുവിശേഷത്തിൻ്റെ വിശേഷത പുസ്തകം ഞാൻ തുറക്കുന്നില്ല, കാരണം തുറന്ന് ഇന്ന് പോയി പറ്റുണ്ടാകുകയില്ല. സുവിശേഷത്തിൻ്റെ വിശേഷത ഞാൻ ഒരു 22 കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. 22. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്ത് താൻ ഇതെല്ലാം കൂടെ പറഞ്ഞു വെച്ചേ ഞങ്ങളെ. ഓ ഇല്ല, സുവിശേഷത്തിന്റെ വിശേഷത ഇത് വിശേഷതയുള്ളതാ. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമലമനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? നമ്മളെ അഭിവാചകം പോലെ വായിച്ചു തരണം. 22 കാര്യമാണ് കുറിച്ച് വെച്ചേക്കുന്നത്. എല്ലാം പറയത്തില്ല, 1-2 കാര്യങ്ങൾ പറയാം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഓടിച്ചോടിച്ച് പറയാം, വിശദീകരിക്കുന്നില്ല. 1, ഇത് രക്ഷിക്കുന്ന മാർഗമാ. റോമാലേഖനം 1:16 പെട്ടെന്ന് വായിച്ചോ. റോമാലേഖനം 1:16. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷിക്കുന്ന മാർഗം. വായിക്കേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും, നിന്റെ തലമുറയെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും. ഇന്ന് രാത്രി സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഒന്നും കൊടുക്കണ്ട. അരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, മെഴുകുതിരി വേണ്ട, എണ്ണ വേണ്ട, അരി വേണ്ട, മലര് വേണ്ട, പിന്നെന്തുവാ, ഇതൊന്നും വേണ്ട. കോഴി വേണ്ട, താറാവ് വേണ്ട, ഏത്തക്കൊല വേണ്ട, പൂവൻകൊല വേണ്ട, കദളി വേണ്ട, ചെങ്കദളി വേണ്ട, ഞാലിപ്പൂവൻ വേണ്ട, കൂമ്പില്ല കണ്ണനും വേണ്ട. അങ്ങനൊരു പഴമുണ്ട്, ഇല്ലേ മാണിച്ച? എടാ പൊട്ടങ്ങണാപ്പ, ഒന്നും കൊടുക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുപോവാ. അതിന് നെടുക നടക്കുക, ഇത് കൊണ്ടിയല്ല. ഇരിമയ പറയോ, എന്നിട്ടും ഒരു ഗുണവും വന്നില്ല. യേശു പറയോ, ഒന്നും വേണ്ട. നീ ഇഞ്ഞു വന്നാ മതി. ആ തൃപ്പാനത്തിലൊന്ന് സമർപ്പിച്ചേ. കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട. ഉപദേശന്മാരൊക്കെ പോയി, ഇനി ആരുണ്ട് കൈ പൊക്കാൻ, ഇനി ആരുണ്ട്? യോഗം നിർത്തട്ടെന്നോർത്ത് 2 പേര് പൊക്കി. അന്നവരാ നിർത്തണ്ടേ? ഇനി ആരുണ്ട്? അപ്പൊ അവരോട്, എടാ പൊക്കിയത് ഇപ്പൊ അബദ്ധമായല്ലോ. അയ്യോ, കയ്യും കാലും ഒന്നും പൊക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്നൊരു ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം. എൻ്റെ കയ്യിലൊന്നും തരാനില്ല. അരിയും തുണിയും മണിയും കിണിയും വണ്ടിയും ഒന്നും തരാനില്ല. എന്നെ അങ്ങ് തരിക. ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് നീ ഒരു വാക്ക് പറ. ഒരു വാക്ക് ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗം.
രണ്ട് ഓടിച്ചു വായിരുമോള്. ഇത് സമാധാനം തരുന്ന മാർഗമാ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 പെട്ടെന്ന് വായിച്ചോ. വായിക്കേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ളവർക്ക് മതി. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരും. എന്ത് സമാധാനത്തോടാണ്ട് 10 മണിയായിട്ട് ഇരിക്കുന്നത്? എന്ത് ഇനി ഇരിക്കാൻ പോവാ 10 വരെ സമാധാനത്തോടെ? അതിന് സമാധാനം തരുന്നു. കടഭാരമുള്ളവർ ഇതിനകത്തുണ്ട്. കൈ പൊക്കിക്ക്. ആർക്കും ഇല്ലേ കടം? ആണ്ടെ വാണിജ്യനുണ്ട്, അച്ഛനുണ്ട്, സൗകര്യമാർക്ക് കടവുണ്ട്. ആലോചിക്കുക, പൊക്കണം. ഞാൻ തരാനൊന്നുമല്ല, കാര്യമെന്നറിയാൻ. ഈ കടഭാരമൊക്കെ ഉണ്ടെങ്കിൽ ഇരിപ്പ് കണ്ടാ പറയുമോ? അതെന്നാ? സമാധാനമുള്ളത് കൊണ്ടാണ്. സുവിശേഷം സമാധാനം തരും. സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ ചിലപ്പോൾ ഇതിനകത്തുണ്ട്. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നേ? അതെന്നാ? ഒരു സായിപ്പ് കാശ് $1 തന്നൊന്നും അല്ലടാ പൊട്ടം കിണാപ്പാ. ഇത് യേശു തന്ന സമാധാനമാ. ദൈവത്തിന് മഹത്വം. ആമേ. സുവിശേഷം ആമേ സമാധാനം തരുന്നതാ. ദൈവത്തിന് മഹത്വം. ഓടിച്ചു വായിക്കാൻ വിവരിക്കുന്നില്ല. സമാധാനത്തിന്റെ വിശേഷതയുണ്ട്. നദി പോലെ ഒഴുക്ക്. ക്രിസ്തു നമ്മുടെ സമാധാനം. അതാ ഈ സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകത. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക്. അന്നേരം തന്നെ കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുക. ക്രൂശീകരണത്തിന് പോവാം. അന്നേരം പുള്ളിക്ക് നല്ല സമാധാനമാണ്. നമുക്കാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ പറയാൻ ഒരു സമാധാനമല്ലോ. കാര്യം ഓർത്തിട്ട് എനിക്ക് ചെറുക്കൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് കിടന്നിട്ട് കിടപ്പം വരുന്നില്ല, ഉറക്കും ഒരു സമാധാനം. പക്ഷെ യേശുവിനെന്ന് പഠിച്ച് ക്രൂശിക്കപ്പെടാൻ പോകും. ആ ക്രൂശീകരണത്തിന് പോകുമ്പോഴും ശിഷ്യന്മാരോട് പറയാ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നെന്ന്. അതാ സുവിശേഷം സമാധാനം തരുന്നതാ. പാട്ടൊക്കെ വരുന്നുണ്ട്. ഇന്ന് അങ്ങ് സഹിക്കല്ലാതെ ഇപ്പം എന്നാ ചെയ്യാൻ? സുവിശേഷത്തിൻ്റെ 3-ാമത്തെ വിശേഷത, ഇത് മാനുഷികമല്ല. വായിച്ചേ മോളെ, ഗലാത്യ ലേഖനം 1:11. പെട്ടെന്ന് വായിച്ചു. ഗലാത്യ ലേഖനം 1:11. ഇത് മാനുഷികമല്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല. ഇത് മനുഷ്യരാരും ഒപ്പിച്ചതല്ല എന്ന് നിങ്ങളെ മതി. ഇത് മെത്രാന്ത പറഞ്ഞതല്ല, പോപ്പ് തന്നതല്ല, അന്ത്യോക്യൊന്നും മനുഷ്യരാരും തന്നതല്ല. ഉണ്ണുണ്ണി സാറിൻ്റെ നല്ല സുവിശേഷം, കല്ലുമേലെ കുഞ്ഞുമോനച്ചാൻ്റെ അല്ല സുവിശേഷം, ഷാരോൻ തോമാച്ചൻ്റെ അല്ല, തോമാച്ചൻ്റെ അപ്പൻ അയ്യാവള്ള സാറിൻ്റെ അല്ല സുവിശേഷം, കുക്കു സാഹിബിൻ്റെ അല്ല, RF കുക്ക്, ഏതാ റോബർട്ട് ഫെലിക്സ് കുക്ക്. ഇരിക്കട്ടെ, എന്തിനാ കുറയ്ക്കുന്നത്? ഇത് കുക്ക് സാഹിബിൻ്റെ അല്ല സുവിശേഷം, ഉണ്ണുണ്ണി സാറിൻ്റെ അല്ല സുവിശേഷം. പാസ്റ്റർ പോൾ ഏതാ CPM-ന്റെ സ്ഥാപകൻ, സിലോൺ പെന്തക്കോസ്ത്, പണ്ടത്തെ ഇപ്പം TPM ദാ പെന്തക്കോസ്ത്. പുള്ളിയുടെ പണ്ടത്തെ പേര് രാമൻകുട്ടി എന്ന, തൃശ്ശൂർ എങ്ങണ്ടിയൂര്. രാമൻകുട്ടിയുടെ നല്ല സുവിശേഷം. തങ്കയ്യാച്ചൻ്റെതുമല്ല, ART അതിശയം, PAV സാമിൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ അല്ല സുവിശേഷം. ഇത് പാലാക്കുന്നത്ത് എപ്രകാം മൽപ്പാൻ, കോനാട്ട് മൽപ്പാൻ്റെ അല്ല സുവിശേഷം. അല്ലെന്ന്. സുവിശേഷം ആരുടെയാന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെതാ. ഇത് മാനുഷികമല്ല. അതിനാ മാനുഷികമായിരുന്ന എന്നേ തകർന്നേനം. ഈ മാർഗത്തിൽ വന്നവരെ തകർത്ത് കളയാൻ, മുടിച്ചു കളയുവാൻ എത്ര പേര് കച്ചകെട്ടി ഇറങ്ങി. ദേശത്ത് പണ്ട് ഒരാൾ ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ദേശക്കാരിളകി, കുടുംബക്കാരിളകി, നാട്ടുകാരിളകി, ചുറ്റുപാടിളകി, എന്ത് പ്രതികൂലങ്ങളാ. പക്ഷേ ഇത് തകർന്നിട്ടില്ല. വേണ്ടിപ്പോ ഇത്രയും പേര് വന്നിരിക്കുക. എന്നാ ഇത് മാനുഷികമല്ല. ഈ മാർഗത്തെ തകർക്കാൻ കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ഇല്ല. ഇന്ത്യയിൽ ആര് വിചാരിച്ചാലും സുവിശേഷത്തെ തകർക്കാൻ ഒക്കത്തില്ല. ലോകത്തിൽ ആര് വിചാരിച്ചാലും സുവിശേഷത്തെ തകർക്കാൻ ഒക്കത്തില്ല. തകർക്കാൻ വരുന്നവൻ ഒന്നെങ്കിൽ ഗുണമാകും, ഇല്ലെങ്കിൽ നീ മുള്ളിനോട് കയറി ഓതയ്ക്കരുത്. ഇപ്പാത്രോ പറയുന്നു. ദൈവത്തിന് മഹത്വം. അടിക്കട്ടെ മുൻപിൽ, വെട്ടിക്കൂട്ടെ മുൻപിൽ, തകരുകയില്ല മാർഗം. അടിക്കൂട്ടെ മുൻപിൽ, വെട്ടിക്കൂട്ടെ മുൻപിൽ, തകരുകയില്ല മാർഗം. അടിച്ചമർത്ത നോക്കും കോടും, അടിക്കടിയുയരും സുവിശേഷം. അടിച്ചമർത്ത നോക്കും
മാനുഷികമല്ല, ഇത് ദൈവീകമാണ്. എന്നെ അങ്ങോട്ട് നോക്കുന്നത് നിർത്തണമെന്നുണ്ടോ? ആ പാടിക്കോളാം. അല്ല ബൈബിളും ഒക്കെ എടുത്തപ്പോൾ ഞാൻ അയ്യോ ഇന്ന് രാത്രി കേട്ടെ, ഈ സുവിശേഷം മാനുഷികമല്ല. മാനുഷികമായിരുന്നെങ്കിൽ എന്നേ തകർന്നു പോയേനും, എന്നേ തകർന്നേനും. അവിത് തകർക്കാൻ ഒക്കത്തില്ല. അവിന് വന്നവര് അതൊക്കെ അവനോൻ തീരുമാനിച്ചോണം. പക്ഷേ ഇത് ദൈവികമാണ്. 1 സുവിശേഷം രക്ഷിക്കും, 2 സുവിശേഷം സമാധാനം തരും, 3 സുവിശേഷം മാനുഷികമല്ല. 2 കാര്യം കൂടെ പറയും. 22:5 പറയുന്നുള്ളൂ, നേരമില്ലെന്ന്. അതുകൊണ്ടാണ് ഇത് തന്നെ ഞാനിപ്പോൾ ഒന്നും വിശദീകരിക്കാനാ പറയുന്നത്, തൊട്ട് പോവുക. 4 സുവിശേഷത്തിൻ്റെ വിശേഷത. ഈ സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. മോളെ ഫിലിപ്പിയ ലേഖനം 1:27 വായിച്ചു. 27-28 പെട്ടെന്ന് വായിച്ചു. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. യോഗ്യമാവണ്ണം മാത്രം. അപ്പൊ സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. കണ്ടില്ലേ എന്ത് അന്തസ്സായിട്ടാ വന്നിരിക്കുന്ന, യോഗ്യമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചു. അല്ലാതെ തുണിയില്ലാതെ ദൈവം തിട്ടിച്ച വടി ഇത് വരുവാന്നു. അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതുപോലെ തന്നെ അങ്ങ് നടക്കുക. 50 വയസ്സായപ്പോഴും ഏതാണ് എന്നാ കണ്ണാടിക്കാരൻ ഏതാണ്ട് പറഞ്ഞു കൊടുത്തല്ലോ. ഞാൻ കണ്ടു പറയുന്നതൊക്കെ കള്ളം പറയരുത് കേട്ടോ. സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കുക. എല്ലാ നിലയിലും മാന്യമായിട്ട് ജീവിക്കുവാൻ, മാന്യമായി സംസാരിക്കുവാൻ. ഇല്ലേ, സുവിശേഷം വന്നതുകൊണ്ടാണ് മാന്യമായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സഭയിലൊരു തള്ള വരും. ആള് മുറ്റായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പം കുറച്ച് മര്യാദയായി. തള്ള എന്നോട് പറഞ്ഞ ഭാഷ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയിരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ തള്ള പറയരുത്. ഇല്ല ഞാൻ പറയത്തൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അല്ല ഫസ്റ്റ് ക്ലാസ് തെറി. ഞായറാഴ്ച വരുമ്പോൾ കാണിക്കാം തള്ളേനെ. കേൾക്കണം. ഞാനല്ല തള്ള അവരുടെ ഉണ്ടെന്ന് ചെന്ന് വെട്ടി വീഴരുത്. അമ്മച്ചെന്നെങ്ങാനും ചെന്ന്. അപ്പൊ ഈ അമ്മ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഭാഷയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മേനെ എല്ലാവർക്കും പേടിയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തെറിയോ. പക്ഷേ രക്ഷിക്കപ്പെട്ട് ദൈവകൃപ സുവിശേഷം വിശ്വസിച്ചു. ഇപ്പോൾ ഈ അമ്മയോട് എന്തായാലും അഥവാ പറഞ്ഞാലും സ്തോത്രം അങ്ങനൊക്കെ അങ്ങ് ഒതുങ്ങി പോവുക. ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലൊരു അച്ചാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചത് വടിവാള് ജോയി എന്നാണ് വിളിച്ചത്. വടിവാള് ജോയി പാർട്ടിക്കാരനാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നത്തെ പാർട്ടിക്കാരെ പോലൊന്നുമല്ല, അവരൊക്കെ കഷ്ടപ്പെട്ടവരാ. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു വടിവാളുണ്ട്, അതുകൊണ്ടാണ് വടിവാള് ജോയി. അദ്ദേഹത്തെ പേടിയാ. 10-15 പേര് വന്നാലൊന്നും പുള്ളിയുടെ മുന്നിൽ നിൽക്കുകയല്ല. പക്ഷേ ആ മനുഷ്യനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വേറൊരു വ്യക്തി അദ്ദേഹത്തെ കുത്തി. വേദവസ്തുവായിട്ട് ആരാധന കഴിഞ്ഞ് വന്നപ്പം കുത്തി. പുള്ളി ഒന്നും തിരിച്ചു ചെയ്തില്ല. പുള്ളി തടഞ്ഞു. കാരണം കുത്തു വന്നതല്ലേ. തടഞ്ഞപ്പോൾ അവൻ്റെ കത്തി പുള്ളിയുടെ കൈ വന്നു. അത് വേറൊരു വിഷയം. ജീവനെ പേടിയില്ലേ. അവൻ കുത്തിയപ്പോൾ പുള്ളി തടഞ്ഞപ്പം അവൻ്റെ കയ്യിരുന്ന കത്തി പുള്ളിയുടെ കൈ വന്നിട്ട് പുള്ളി ഒന്ന് പോടാന്ന് പറഞ്ഞു. അവന് പോടാന്ന് പറഞ്ഞതേ ഉള്ളൂ. അവന് ഓടി. ആൾക്കാരെല്ലാം വിചാരിച്ചത് അന്ന് രാത്രി യോയിച്ചൻ ഈ കുടുംബം മുഴുവൻ വെളുപ്പിക്കുവന്ന. പക്ഷേ ആ മനുഷ്യൻ സുവിശേഷം വിശ്വസിച്ച് പറഞ്ഞു, ഞാൻ അവനോട് ക്ഷമിച്ചു, ഒന്നും ചെയ്യത്തില്ല. ആ സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഒരു കാലത്ത് എൻ്റെ വല്യപ്പനൊന്നും ഇതുപോലെ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. ഇപ്പൊ കണ്ടോ,
യോഗ്യമായിട്ട് വസ്ത്രം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് യോഗ്യതയായിട്ട് തോന്നുകയില്ലായിരിക്കും. അളിയമ്മ സുവിശേഷം വന്നതുകൊണ്ട് യോഗ്യമായിട്ട് സംസാരിക്കാനും ഇടപെടാനും സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപെടാനും സംസാരിക്കാനും സഹകരിക്കാനും ജീവിക്കാനും പഠിപ്പിച്ചതാണ് സുവിശേഷം. മനസ്സിലായോ? ഒത്തിരി ഇതൊക്കെ ഇതിൽ തന്നെ നിന്ന് മണിക്കൂറുകൾ പറയാനുണ്ട്. ഒന്നും ഞാൻ വിവരിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ വന്നവരതൊക്കെ നന്നായിട്ട് പറഞ്ഞെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ആ മേഖല ഇനിയും കയറുന്നില്ല. സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. എത്ര പോയിന്റ്? 5 ആയില്ലേ? 4. രക്ഷിക്കും, സമാധാനം തരും, മാനുഷികമല്ല. അടുത്തത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. അടുത്തത് 5 ദൈവത്തിന്റെ മഹത്വം. സുവിശേഷത്തിന്റെ വിശേഷത: 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, സമാധാനം തരുന്ന മാർഗം. 3, ഇത് മാനുഷികമല്ല. 4, ഇത് യോഗ്യമായിട്ട് നമ്മളെ നടക്കാൻ പഠിപ്പിക്കും. 5, സുവിശേഷം നിന്നെ ഉയർത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7 വായിര്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം നിന്നെ ഉയർത്തും. നിന്റെ കുടുംബത്തെ, നിന്നെ സാന്തികയും ഉയർത്തുന്ന മാർഗമാ സുവിശേഷം. ഞാൻ എപ്പോഴും പറയും, ഈ മൈക്ക് ഇപ്പം അങ്ങോട്ട് കൊടുത്താൽ ഓരോരുത്തർ കയറി വന്ന് പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി, ഞാൻ ഈ മാർഗത്തിൽ വന്നതായി, എൻ്റെ ദൈവം എന്നെ എല്ലാ നിലയിലും, ആത്മീകമായിട്ടാണെങ്കിലും ഭൗമികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഏത് വിധത്തിലും എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അനുഭവമുള്ളവരായി ഇതിനകത്തിരിക്കുന്നവര്, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാവരും ഇത് പറയാൻ അവൻ അനുഭവ സാക്ഷ്യമുള്ളവരാ. സുവിശേഷം തന്നെ ഉയർത്തും. ആർക്കും വേണ്ടാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് സമൂഹത്തിനോ വീട്ടുകാർക്കോ ആർക്കും വേണ്ട. ഇത് കാശും പുത്തനും ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാശുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ബന്ധം പിടിക്കുക. കാശുണ്ടേലേ ഒരു ബന്ധവും ഇല്ലേലും പറയും മണർകാട് പാപ്പൻ എൻ്റെ ഉപ്പാപ്പനാണ്. പാപ്പനുമായിട്ട് ഒരു ബന്ധവും എന്നിട്ട് ഇവൻ ചുമ്മാ കയറുമ്പോ മണർകാട് പോ, പിന്നെ എൻ്റെ ഫസ്റ്റ് കുന്തം പോടാ. അതിനെ പുള്ളിക്ക് ഇച്ചിരി പിടിപ്പുള്ളവൻ. അതേസമയം ഇവന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്ന അനിയൻ അപ്പുറം താമസിക്കുക. നമ്മൾ ചോദിക്കും, പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളി തിരുവഞ്ചൂരുകാരനാണ്, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന. കാരണം അവന് ഗതികേടാ, അതുകൊണ്ട് ബന്ധമില്ല. അതുകൊണ്ട് ബന്ധമില്ല. ഇപ്പൊ ലോകം അങ്ങനാ. പക്ഷേ ആർക്കും വേണ്ടാതെ എല്ലാവരും വെറുക്കപ്പെട്ട് പുറംപറമ്പിൽ അറിയപ്പെട്ട് തള്ളപ്പെട്ട പലരും ഈ സുവിശേഷം വിശ്വസിച്ച് സുവിശേഷത്തെ ഏറ്റെടുത്തു. അവരെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, സുവിശേഷം തന്നെ ഉയർത്തുന്നതാ. പ്രധാനപ്പെട്ട ഒരു പോയിന്റൂടെ പറഞ്ഞു നിർത്താൻ, വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇങ്ങനെയുള്ള ഈ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും, എന്തൊക്കെ നടക്കണം. 1, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം പഠിക്കുമ്പോൾ 2 കൂടെ ചേർത്ത് പഠിച്ചാൽ, യേശു ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയി, ശിഷ്യന്മാർ മാളിക മുറി വന്നു, പരിശുദ്ധാത്മാവ് ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റു സുവിശേഷം അറിയിച്ചു. 22-ാം വാക്യം വായിച്ച മോളെ, 2:22 ചടിയാടാന്ന് വായിക്കണം, നിർത്തുക. ഞങ്ങളോട് കൂടെ നടന്ന
കഴിഞ്ഞപ്പോൾ പീറ്റർ എഴുന്നേറ്റായിട്ട് യേശുവിനെ പറ്റി പറഞ്ഞു. സുവിശേഷം വ്യാഖ്യാനിക്കാൻ നേരമില്ല. സുവിശേഷം അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഈ സുവിശേഷം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? 40-ാം വാക്യം, 40 വായിരുമോളെ, 40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഇന്ന് രാത്രി സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ, സുവിശേഷം അറിയിച്ചാൽ ഒന്ന് രക്ഷിക്കപ്പെടണം. സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രം രക്ഷകൻ. വിവരിക്കുന്നില്ല. 2 ഇത് പറയാതൊക്കത്തില്ല കേട്ടോ. എത്ര സമയം പോയാലും ഇത് പറഞ്ഞു ഇത് ക്ലോസ് ചെയ്യണ്ടായോ? പിന്നെ വീട് ചെറുതാന്നില്ല, 4 കാല് വേണ്ടേ? പിന്നെ 3 കാലേ വീട് വെച്ചാൽ. അപ്പൊ സുവിശേഷം ശരിക്ക് കേട്ടാൽ ഒന്ന് രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. 2 സുവിശേഷം കേട്ടാൽ വലിയ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. ഞാൻ എൻ്റെ ഭാഷ പറയാം. വലിയ പള്ളിയിൽ പോയിച്ച് വരിക. മന്ത്രി, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രി ചണ്ണൻ തേരയിലിരുന്ന് പുസ്തകം വായിക്കും. പീലിപ്പോസ് ഉപദേശിയോട് പറഞ്ഞു അങ്ങോട്ട് ഓടിച്ചെല്ലാം പറഞ്ഞു. പീലിപ്പോസ് ഓടി, ഇച്ചിരി സ്പീഡിൽ ഓടറാന്ന് പറഞ്ഞു. ഓടി തേരോട് ചേർന്ന് തേര് കയറിയപ്പം ചണ്ണം വായിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ വായിക്കുന്നത്? തിരുവഴുത്താണ് വായിക്കുന്നത്. നല്ല ട്യൂണിലാണ് വായിക്കുന്നത്. നല്ല ട്യൂൺ. തലമുറ പറയാ ഞങ്ങളുടെ നല്ല ട്യൂണാണ്. പർവ്വതങ്ങളുണ്ടായിരുന്നു നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചു ശാശ്വതമായി ഞങ്ങളുടെ ദൈവത്തിനെ. നല്ല ട്യൂണിൽ വായിക്കുക. അപ്പൊ ചോദിച്ചാൽ എന്തുവാ വായിക്കുക? ഏത് ഭാഗമാ? യെശയ്യാ പ്രവചനം. യെശയ്യാവിൽ ഏതാ? അറുക്കാനുള്ള ആടിനെ പോലെ എണ്ണുന്നു. അപ്പൊ ചോദിച്ചത് ആരെ പറ്റിയാ? ആരെ പറ്റി? ഞാനങ്ങനെ അറിയുന്നു. ഞാനങ്ങ് വായിക്കുന്നല്ലാതെ വായിക്കുന്നു. പണ്ടൊരുത്തം വായിച്ചു, നോക്ക്. ഹാനോക്കെന്ന് വായിച്ചതാ. അവന് നോക്ക്. പിന്നെ നോക്കണ്ടേ? ചിലരിതങ്ങ് വായിക്കുക. അപ്പൊ ഇത് മനസ്സിലാകുന്നുണ്ട്. ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ മനസ്സിലാവും? പീലിപ്പോസ് ഉപദേശി പൊരുൾ തിരിച്ചു. ഇത് ആരെ പറ്റിയാണെന്നറിയാമോ? ഇല്ല. പറ. കേട്ടു. ഉടനെ പറഞ്ഞാച്ചു പീലിപ്പോസ് ഉപദേശി സുവിശേഷം പറഞ്ഞു. വായിച്ചേ മോള് 8:34. ഞാൻ തെളിയിക്കാം. ഷണ്ണൻ പീലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ചാ പറയുന്നത്? നീ അവിടെ മുതൽ വെല്ലുവിളി മുതൽ വായിക്കുകയല്ലയോ? കത്തീഡ്രൽ മുതൽ വായിക്കുകയെന്ന്. ചിലര് ബസിലിക്ക മുതലാ വായിച്ചു വരുന്നത്. നീ ബസിലിക്കായി പോയാലും കത്തീഡ്രലിൽ പോയാലും പൊറോനായി പോയാലും അങ്ങ് വായിക്കുക. അപ്പൊ ചോദിച്ചു ഇത് ആരെ പറ്റിയാന്ന് വല്ലതും പിടികിട്ടിയോ? അറിയത്തില്ല. കേട്ടോ, ഒന്നുകൂടെ വായിരുമോളെ. 34. ഷണ്ണൻ പീലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? അടുത്തത് തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. പീലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. മന്ത്രിയാന്നേലും കൊള്ളാം, തന്ത്രിയാന്നേലും കൊള്ളാം. അല്ല, ഇപ്പൊ മന്ത്രിയോടും തന്ത്രിയോടും പറയണം. സുവിശേഷം അറിയിച്ചു. അങ്ങനെ യേശുവിനെ പറ്റി സുവിശേഷം അറിയിച്ചു. ഈ മന്ത്രി ഇത് കേട്ട് 2 പേരൂടെ മുമ്പോട്ട് പോയപ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് വന്നപ്പം മന്ത്രി പീലിപ്പോസ് ഉപദേശിയോട് പറയും, ഉപദേശി വെള്ളം എന്നാടാ ചാകാൻ പോവാന്ന്? ചാകുന്ന നേരത്തില്ല വെള്ളം. ഉപദേശി ചാകാനല്ല, പിന്നെ എനിക്ക് സ്നാനപ്പെടണം. സുവിശേഷത്തിനകത്ത് സ്നാനം പറഞ്ഞില്ലേ? പറഞ്ഞു. എനിക്ക് സ്നാനപ്പെടണം. എന്നാ എടുത്ത് ചാടിക്കോടാ, ഞാൻ പുറകെ ചാടുക എന്നാ പറഞ്ഞ്. നീ വിശ്വസിക്കുന്നോ? ഉടനെ പീലിപ്പോസിനോട് ഷണ്ണൻ പറഞ്ഞു, വിശ്വസിക്കുന്നു. എങ്കിലാകാം. 2 പേരും വെള്ളത്തിലിറങ്ങി. തങ്കമ്മോ ക്ലാസ്സിനകത്തോ മൊന്തയ്ക്കകത്തല്ല കൊണ്ടുവന്നത്. പാപ്പച്ചോ ചില ആൾക്കാർ വെച്ചത് തൊട്ടിക്കകത്തിച്ചിട്ട് വെള്ളം. എന്നതാടാ ഈ വിവരക്കേടെല്ലാം കാണിക്കുന്നത്?
രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി. വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് പോകുകയല്ല കേട്ടോ, ഉണ്ടായിടുകയല്ല. ഇന്ന് പലരും വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് ഉണ്ടായിടുക. രണ്ടുപേരും കേറി ഷണ്ണന്തേരെ കയറി ഇത്യോപ്യക്ക് പോയി. ഫിലിപ്പോസ് അവൻ ക്ഷീണിച്ചില്ല, ദൈവം കൈവിടില്ല, ആത്മാവിൽ പൊക്കി ആസ്തോതിക്കൊണ്ട് നിർത്തി. അതുകൊണ്ട് ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കണം, സ്നാനപ്പെടണം. സ്നാനപ്പെടണം. ഇത് ബന്ധുക്കോസുകാർ കണ്ടുപിടിച്ചതല്ല, ദൈവം തമ്പുരാൻ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നതാ. ഒന്ന്, സുവിശേഷം കേട്ട രക്ഷിക്കപ്പെടണം, പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, സുവിശേഷം കേട്ടാൽ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇവർക്ക് സാധനം ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല. അടുത്തൊരു ശരിക്കും സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും, വിവരിക്കാൻ നേരമില്ല. ഈ കൊർന്നല്യോസ് പ്രാർത്ഥിക്കുക, ദർശനം കണ്ടു. പത്രോസും പ്രാർത്ഥിക്കുക, തുപ്പട്ടിയും കണ്ടു. രണ്ടുപേരും യോജിക്കാൻ ദൈവം കാണിച്ചതാ. കൊർന്നല്യോസിനോട് പറഞ്ഞു, ധർമ്മവും പ്രാർത്ഥനയല്ല ഇനി വന്നു, നീയും കൂടി ഇങ്ങോട്ട് വരണം. നീ കൊടുത്ത തയ്യൽ മെഷീനല്ല ഇനി വന്നു. പഴയ സാരി 2 കൊടുത്തില്ലേ തങ്കയ്ക്ക്, അത് ഇഞ്ഞു വന്നു. മണ്ടരി പിടിച്ച 2 തേങ്ങ കൊടുത്തില്ലേ വീട്ടിൽ ജോലിക്ക് വരുന്നു, അത് ഇഞ്ഞു വന്നു. അല്ല, അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. കൂടച്ചക്ക കൊടുത്തത് ഇഞ്ഞു വന്ന്, വരിക്ക കൊടുക്കുക. വരിക്ക പിള്ളേര് വരുമ്പോൾ കൊടുക്കാൻ, കൂട തറ തുടയ്ക്കാൻ വന്ന തങ്കയ്ക്ക് 2 കാര്യം നടക്കും. ചക്ക ഇവിടുന്ന് മാറി കിട്ടുകയും ചെയ്യും തങ്കയ്ക്ക്. ഒന്നും ഞാൻ പറയുന്നില്ല. അയ്യോ കൊർന്നല്യോസേ, നിന്റെ ധർമ്മവും പ്രാർത്ഥനയെല്ലാം ഇഞ്ഞു വന്നു, നീ കൂടി ഇങ്ങോട്ട് വാ. അതിനെന്നാ പോകാൻ വഴി? ആണ്ട പത്രോസ് ഉപദേശം കൊണ്ട് വിളിക്ക്. പത്രോസ് ആന്നെ അതിലും വലിയ മിടുക്കൻ. ഇയാൾ എല്ലായിടത്തും പോകുകയല്ലോ കേട്ടോ. എല്ലാ വീട്ടിലും പ്രാർത്ഥന വെച്ചാൽ പോകുകയില്ല, എല്ലായിടത്തും നിന്നും കഴിക്കത്തുമില്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ഇവനും പെമ്പളയും താമസിച്ചാൽ ചെല്ലുവോളൂ. ആശീർവാദത്തിന് മുന്നേ 2 കൂടെ കണ്ണ് കാണിച്ച് കാറേ കയറി. നിന്റെ കാറ് കാണിക്കും, എന്റെ വിളച്ചിലും പടേനി പൊത്തമായിട്ട് ഇറങ്ങുക. പത്രോസിന് ഈ സൂക്കേടുണ്ടെന്നേ, അതുകൊണ്ട് നമ്മളെ തുപ്പത്തി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എന്തിനേറെ ദർശനം അറിയാൻ വിവരിക്കുന്നില്ല. അതിന്റെ വെളിച്ചത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നു. കൊർന്നല്യോസ് പറഞ്ഞു, എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, നീ വന്നത് ഉപകാരം, പറ. പത്രോസ് അങ്ങോട്ട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 44 വായിര് 10:44 പെട്ടെന്ന് വായിര്. ഈ വാക്കുകളെ പത്രോസ് സുവിശേഷം പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ നിന്നിട്ടില്ല. അന്യഭാഷ കേട്ടോ, നിന്നൊക്കെ ചിലര് പറയുന്നു. നിനക്ക് നിന്നായിരിക്കും, പക്ഷെ പുസ്തകത്തിൽ നിന്നതായിട്ടില്ല. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് വരിക. തർക്കിക്കാൻ ഞാനില്ല, എൻ്റെ അടുക്ക തർക്കാനത്തിനും വരരുത്. ഞാനില്ല, എനിക്ക് പേടിയാണ്. പക്ഷെ ഒരു കാര്യം വിനയത്തോടെ പറയാം, ഇത് നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ വിടുതലുമൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. പത്രോസ് ഈ വചനങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഭിഷേകം പ്രാപിച്ചു. 1 രക്ഷ, 2 സ്നാനം, 3 അഭിഷേകം. ഇതൊക്കെ സുവിശേഷത്താൽ നടക്കണമെന്ന്. ദൈവത്തിന് മഹത്വം. സമയം ഒത്തിരി പോയതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. മതി, ആവശ്യമുള്ളതായിരുന്നു. ഇനി വേണം, മതി. നന്നാകാനും ഗുണം പിടിക്കാനാണ് ഇത് തന്നെ ധാരാളം. കാണിച്ച ഇതുപോലെ ഓരോ നമ്മുടെ സമാപന യോഗമാണ്. സുവിശേഷത്തെ പറ്റിയാണ് പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ ബാനർ സുവിശേഷമാകായാവും, നന്നായിരിക്കുന്നു. ഇങ്ങനെ വേണം. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും നിത്യതയെ കാണണം. ഒരു കുഞ്ഞുങ്ങളും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. ഇത്രയും സമയം പോയിട്ട് എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാവരുടെ നന്ദി, കർത്തൃദാസന്മാർക്ക് നന്ദി. പാട്ട് പാടി ഇനിയും സമയം അവർ അന്ത്യം മുതലേ പാടി ഊപ്പാട് വന്നിരിക്കുക.
ഇനി അധികം പാടുന്നില്ല, നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് ഇറങ്ങിപ്പോകരുത്. ആ 2 കരം ഒന്ന് വീശി ആപത്തുള്ളവരെല്ലാം എഴുന്നേക്ക്. തീരെ പരുവക്കേടുകാർ അവിടെ ഇരുന്നു. ആ 2 കൈ ഒന്ന് ഉയർത്തി വീശിക്കേ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളൽ ചേർന്ന്. ഓ ഇന്നും കരങ്ങൾ വീശി വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും. 2 കരങ്ങൾ വീശി ഒരിക്കൽ കൂടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾ ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇതുവരെ നിൽക്കുന്നത്. വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു പ്രാർത്ഥന. ക്ഷണിച്ചതിന് നന്ദി. പ്രത്യാശയോടെ അക്കരെ ചെല്ലുവാൻ ഒരുങ്ങാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരുന്ന ബുധനാഴ്ച അവിടെ സ്ഥലം വടവാതൂരുണ്ട്. ഇതിൻ്റെ ബാക്കി നടത്തിപ്പോണ്ടേ അവിടെയും പറയും, അല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ വചനത്തിൽ നിന്ന് പറയും. നമുക്കൊന്നിച്ചു കൂടാൻ താല്പര്യമുള്ളവർ വാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചു നടക്കും. വടവാതൂർ പ്രയർ ഗാർഡൻ ഫെലോഷിപ്പ് ചർച്ച് വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. എല്ലാവരും ഒരിക്കൽ കൂടി ആ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC ജോസഫ് പ്രാർത്ഥിക്കുകയും അനന്തരമായി ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ PK ജോൺസൺ അവർ ആശീർവാദത്തോടെ നമുക്ക് മടങ്ങി പോവുകയും ചെയ്യാം. ഞങ്ങളെ ഇളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ രാത്രി ശക്തമായ നിലയിൽ സുവിശേഷം അറിയിപ്പാൻ തൻ്റെ ദാസനെ ഉപയോഗിച്ചതിനാൽ സ്തോത്രം. കേൾവിക്കാരായ നിന്റെ മക്കളാ ഞങ്ങൾക്ക് കർത്താവേ അത് അനുഗ്രഹമായി തീരുവാനിടയാകണമേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംബന്ധവും ഇന്ന് രാത്രികാലം അതിനെ സംസാരിച്ച ദൈവദാസന്മാരും കൂടി വന്ന എല്ലാ ദൈവദാസിദാസന്മാരുടെ പേരും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരുടെയും ദൈവസഭയുടെ എല്ലാ ശുശ്രൂഷകന്മാരുടെ പേരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന്